ഗുഡ് മോർണിംഗ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈവ് വോയിസ് ചെയ്തുകൊണ്ടിരുന്നതാണ് അതിഗംഭീരമായി. ചില പ്രത്യേക സാഹചര്യങ്ങളാൽ എനിക്ക് ലൈവ് വോയിസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് വോയിസ് ഓവർ ചെയ്യുക കേട്ടോ. ഫുൾ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യുകയാണ്. അപ്പോൾ രാവിലെ അതിസന്തോഷത്തോടെ നമ്മൾ ഗുൽമാർഗിലേക്ക് തിരിക്കുകയാണ്. ഏതുകൊണ്ടാണ് ലൈവ് വോയിസ് ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെയുള്ളത് വഴിയേ വരും കേട്ടോ. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ട് കാശ്മീരി വസ്വാൻ നമുക്ക് പണി തന്നു. നമുക്കല്ല, ഏകവചനം മതി. എനിക്കുമല്ല, ഏട്ടനാണ് പണി കൊടുത്തത് കേട്ടോ. ഫുഡ് പോയിസൺ അടിച്ചു. വൈകുന്നേരം ആയപ്പോൾ വൊമിറ്റിങ്ങും സ്റ്റൊമക്ക് പെയിനും ലൂസ് മോഷനും ഒക്കെ തുടങ്ങി. പിന്നെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ ആസിഫിൻ്റെ വീട്ടിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. ആസിഫ് വൈകുന്നേരം ഒരു 11 മണിയൊക്കെ ആവും കേട്ടോ. ഒട്ടും ശരിയാവില്ല എന്ന് കണ്ടപ്പോൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് അവർ തന്നെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അങ്ങനെ സെറ്റായി വരുന്നതേ ഉള്ളൂ. രാവിലെ ഞാനും ഭയങ്കര ഹാപ്പി ആയിട്ട്, എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഞങ്ങൾ കഴിച്ച ഫുഡ് തന്നെയാണ് ഏട്ടൻ കഴിച്ച ഫുഡ് തന്നെയാണ് നമ്മളും കഴിച്ചത്. പിന്നെ എന്താണ് പറ്റിയെന്ന് അറിയില്ല. വളരെ സന്തോഷത്തോടെ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണമെന്ന് വെച്ചപ്പോൾ നമ്മൾ ബ്രെഡ് മതി എന്ന് പറഞ്ഞു. ഇനി ഒരാൾക്ക് ബ്രെഡ്, ഒരാൾക്ക് റൊട്ടി, അങ്ങനെ പ്രത്യേകം ആക്കണ്ടെന്ന് കരുതിയിട്ട് ബ്രെഡ് മതി എല്ലാവർക്കും എന്ന് പറഞ്ഞ് ബ്രെഡെല്ലാം കഴിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഏട്ടന് ഒട്ടും വയ്യ. പിന്നെ നമ്മൾ 5700 കൊടുത്തിട്ടാണ് നമ്മുടെ ഗുൽമാർഗിലെ ഗൊണ്ടോള കേബിൾ കാർ റൈഡിന് ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ മിസ്സാക്കുമെന്ന് കരുതിയിട്ട് ഒട്ടും വയ്യായെങ്കിലും പോവാമെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. അങ്ങനെ അതിമനോഹരമായ കാഴ്ചയെല്ലാം കണ്ട് നമ്മൾ പോവുകയാണ്. കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കണ്ടാലും മതിയാവാത്ത അത്രയും കാഴ്ചയാണ് കാശ്മീരിലുള്ളത്. എവിടെ നോക്കിയാലും ഗ്രീനറി, മരങ്ങൾ, ചെടികൾ, പുല്ലിന് വരെ ഭയങ്കര ഭംഗിയായിട്ട് ഇവിടെ കാണാനായിട്ട്. വിൻ്ററിൽ വന്നാൽ ഫുൾ മഞ്ഞായിട്ട് കിടക്കും. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എപ്പോഴും സമ്മറിൽ വരുന്നതായിരിക്കും ഇവിടെ നല്ലത്. ഇവിടെ എപ്പോഴും തണുപ്പാണ്. സമ്മറിൽ വന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പേ ഉണ്ടാവുള്ളൂ. വിൻ്ററിൽ വന്നാൽ കൊടും തണുപ്പായിരിക്കും. റോഡ് വരെ എത്രയോ ലെയർ സ്നോ ആയിരിക്കും. എന്നും മോർണിംഗും ഈവനിങ്ങും ഒക്കെ ഇങ്ങനെ അവർ ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് കാറ് പോകുന്നത്. നമ്മുടെ കാറൊന്നും ഓടിക്കാൻ പറ്റില്ല കേട്ടോ. സ്കിഡായി പോകുമെന്നൊക്കെയാണ് ആസിഫ് പറയുന്നത്. അപ്പോൾ വിൻ്റർ നമുക്ക് പിന്നെ അത് ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വരാം. അല്ലാത്തവർക്ക് സമ്മർ സീസൺ തന്നെ കേട്ടോ നല്ലത്. അങ്ങനെ നമ്മളിത് ഗുൽമർഗിലേക്കുള്ള യാത്രയാണ് നിങ്ങൾ കാണുന്നത്. ഗൊണ്ടോള റൈഡിന്, അതായത് ഗുൽമർഗ് എന്ന് പറയുന്നത് 365 ഡേയ്സും അവിടെ സ്നോഫോൾ ഉണ്ടാവും. നമുക്ക് സ്നോഫോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. സോ നമ്മൾ കോട്ടും ജാക്കറ്റും ഷൂസും ഒക്കെ ഇട്ട് പ്രിപ്പയർഡ് ആയിട്ടാണ് പോയത്. അപ്പോഴാണ് പറയുന്നത് അവിടെ ചെന്നാൽ നമ്മുടെ ഷൂസല്ല, റബ്ബർ ഷൂസ് ഇട്ടേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചെയ്തിട്ടുള്ളതല്ല, നാച്ചുറലായിട്ടുള്ള സ്നോയാണ് അവിടെ ഉള്ളത്. അവിടെ ഗൊണ്ടോള വലിയൊരു മൗണ്ടനാണ്. സീ ലെവലിൽ നിന്നും 13,000 സംതിങ്, അറൗണ്ട് 14,000-നുള്ളിൽ ഹൈറ്റുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. വീഡിയോസിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള സാധനമാണ്. ഈ കേബിൾ കാർ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുപോലുള്ള ലോക്കൽ ഗൈഡിനെ നമ്മൾ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവരുടെ ടിക്കറ്റ് ഉണ്ടാവും. ഞാൻ തലേ ദിവസം വിളിച്ചു പറഞ്ഞ അടുത്ത ദിവസം തന്നെ ആസിഫിൻ്റെ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അന്ന് തന്നെ ആസിഫിൻ്റെ ടിക്കറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്താൽ ടിക്കറ്റ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. ഒരു 1-2 months ബിഫോർ നമ്മൾ ടിക്കറ്റ് ഓൺലൈൻ എടുത്താലേ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടത്തില്ല കേട്ടോ. മുന്നേ ഉള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ആസിഫാണ് നമ്മുടെ ഗൈഡ്. ആസിഫ് ഇവിടെ കാശ്മീരിലുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് A to Z കാര്യങ്ങൾ അറിയാം. എവിടെ വേണോ ഇടിച്ച് കയറി പോകാനും ഭാഷ കൊണ്ട് സംസാരിക്കാനും ഒക്കെ നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. എങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ഗുൽമർഗിലെ ഗൊണ്ടോള റൈഡിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ വരെ മാത്രമേ നമ്മുടെ കാറ് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ബാക്കി അങ്ങോട്ടേക്ക് ഒരു 2 കിലോമീറ്ററോളം വീണ്ടും ദൂരമുണ്ട്. ഒന്നുകിൽ ഇവിടെ നിന്ന് നമ്മൾ പ്രൈവറ്റ് ക്യാബ് എടുക്കുക, അല്ല എങ്കിൽ പോണി, നമ്മുടെ കുതിരയും കഴുതയല്ലല്ലോ, കോവർ കഴുത പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ഘോട, അതിന് റെൻറ്റിനെടുത്ത് നമ്മൾ ഈ 2 കിലോമീറ്റർ പോകണം കേട്ടോ. നമ്മുടെ കാറ് ഉള്ളിലേക്ക് അലൗഡ് അല്ല. അപ്പോൾ ആസിഫിൻ്റെ കാറായതുകൊണ്ട്, ഇവിടുത്തെ ഒരു ലോക്കൽ ആളായതുകൊണ്ട് പുള്ളിയുടെ കാറ് വിടും. നമുക്കതിലൊരു ബുദ്ധിമുട്ട് വന്നില്ല. അവിടെ വന്നു, കറക്റ്റ് നമുക്ക് വേണ്ട ഷൂസ് എല്ലാം നമുക്ക് 3 പേർക്കും എടുത്തു തന്നു. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. കേബിൾ കാർ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ വണ്ടിയിലിരുന്നപ്പോൾ മുതൽ എനിക്ക് എന്തോ ഒരു വയ്യായിക, ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ട് പോലെ. വേറെ പ്രശ്നമല്ല, എനിക്കെന്തോ ഒരു വല്ലായിക കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഈ ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ആവും. ഇന്നലെ ഉറക്കം 11:30-12 മണി. ഏട്ടൻ്റെ വോമിറ്റിങ്ങും ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഇതായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ ഞാൻ പോയില്ല, ഏട്ടനും ആസിഫും കൂടിയാണ് പോയിരുന്നത്. എങ്കിലും ഉറക്കമൊന്നും അങ്ങോട്ട് സെറ്റായില്ല കേട്ടോ. ഒരു കാര്യം കൂടി എടുത്ത് പറയട്ടെ, നമ്മൾ ആസിഫിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തതുകൊണ്ട് അവർ ഭയങ്കര ചൂടുവെള്ളം തരുന്നു, ടാബ്ലറ്റ് തരുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു.
അത്രയും ഇതായിട്ടാണ് ആസിഫ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളെന്നല്ല ആര് വന്നാലും ആസിഫ് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ആസിഫിൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഹിന്ദിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, വാട്സപ്പിൽ മെസ്സേജ് ഇടാം. നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ചെയ്തു തരും. ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് കാരണം നിങ്ങൾക്കിത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന പാക്കേജിനെ കാട്ടി ഒരുപാട് റേറ്റ് കുറവായിരിക്കും ഇവിടെ ഉള്ള ഒരാൾ ചെയ്തു തരുമ്പോൾ. നിങ്ങൾ ബൈ കാർ, ബൈ ഫ്ലൈറ്റ്, ബൈ ട്രെയിൻ എങ്ങനെ വേണോ വരാം. വന്നിട്ട് ഇവിടെ നിന്ന് പാക്കേജ്, ഇവിടെ നിന്നല്ല, നേരത്തെ ആസിഫിനെ കോൺടാക്ട് ചെയ്ത് എല്ലാം ബുക്ക് ചെയ്ത് വയ്ക്കുക. പാക്കേജ് എടുക്കുക. ആസിഫ് ആകുമ്പോൾ ഇവിടുത്തെ ആളായതുകൊണ്ട് A to Z കാര്യങ്ങൾ അറിയാൻ എല്ലാ മുക്കും മൂലയും കൊണ്ടുപോകും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ ക്ലിയർ ചെയ്ത് തരും ചെയ്യും കേട്ടോ. അങ്ങനെ എന്താ പറഞ്ഞു വന്നത്, എനിക്കങ്ങനെ ഭയങ്കര ഒരു വയ്യായിക പോലെയൊക്കെ വന്നു. എന്നിട്ടും ഓക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി എനിക്കും പണി അടിച്ചു എന്നുള്ളത്. ഏട്ടനെ പോലെ എനിക്കെന്തോ വയറൊക്കെ ഇങ്ങനെ ഫുള്ളായതുപോലെ, വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലെ, മൊത്തത്തിലൊരു പ്രശ്നം പോലെ. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കും പണി കിട്ടി തുടങ്ങി എന്നുള്ളത്. അപ്പോൾ തന്നെ ഞാനൊരു പാൻ ടോപ്പ് എടുത്ത് കഴിച്ചു കേട്ടോ. ഞാൻ രാവിലെ ഒരു ബ്രെഡ് ടോസ്റ്റും ബട്ടറും കഴിച്ചു. ഒരു മുട്ട പുഴുങ്ങിയത് അവർ കൊണ്ട് തന്നു, അതും ഞാൻ കഴിച്ചേ. ഞാൻ വേറെ ഒന്നും കഴിച്ചില്ല. ഇന്നലെ രാത്രി അവർ കൊണ്ടുവന്ന ഫുഡെല്ലാം കഴിച്ചു. പക്ഷെ അതുവരെ എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. കാറ് കയറി പകുതി എത്തിയപ്പോഴാണ് എനിക്ക് പണി കിട്ടി എന്ന് മനസ്സിലായത്. പിന്നെ അപ്പോൾ തന്നെ ഞാനൊരു പാൻ ടോപ്പെല്ലാം കഴിച്ചിട്ട് ബാക്കി നമ്മുടെ ഗൊണ്ടോള റൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പോകുമ്പോഴേക്ക് ഇങ്ങനെ നിറയെ പേര് ചോക്ലേറ്റ്സ്, വാട്ടർ ബോട്ടിൽസ് ഒക്കെ കൊണ്ട് നിൽക്കുക. കാരണം അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇനി ഇതൊന്നും കിട്ടത്തില്ല കേട്ടോ. ഇതൊന്നുമല്ല മെയിൻ, വാട്ടറൊന്നും കിട്ടത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ 2 ബോട്ടിൽ വാട്ടറെല്ലാം വാങ്ങിച്ചിട്ടാണ് പോയത്. 2 കുപ്പി വെള്ളവും വാങ്ങിച്ചിട്ടാണ് പോയത്. ച്യൂയിങ്കം, ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. അതായത് ഒത്തിരി ഹൈറ്റിൽ പോകുന്നത് കൊണ്ട് ചിലർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ ചവച്ച് നിൽക്കാനായിട്ട് ചോക്ലേറ്റും ച്യൂയിങ്ഗമ്മും ഒക്കെ വേണമെങ്കിൽ അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. വാങ്ങിച്ചിട്ട് നമുക്ക് പോവാം. നമ്മളൊന്നും വാങ്ങിയില്ല, വെള്ളം മാത്രമേ വാങ്ങിയുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സീ ലെവലിൽ നിന്നും 40,000ഓളം ഹൈറ്റിലാണ് ഈ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ ആസ്മ പേഷ്യൻസ്, കാർഡിയാക് പേഷ്യൻസ് ഒക്കെ അങ്ങോട്ടേക്ക് അലൗഡല്ല. നമുക്ക് നമ്മുടെ റിസ്കിൽ വേണമെങ്കിൽ പോവാം. അങ്ങനെയുള്ളവർ പോകാൻ പാടില്ല എന്നാണ് അവിടെ എല്ലാം വച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ. കാരണം ബ്രീത്തിങ് ഇഷ്യൂ ഒക്കെ വരും. ഇപ്പോൾ നോർമലായിട്ടുള്ള നമുക്ക് തന്നെ മേ ബി ബ്രീത്തിങ്ങിൻ്റെ ഒരു പ്രോബ്ലം വന്നേക്കാം. അങ്ങനെ നമുക്ക് ടിക്കറ്റെല്ലാം ആസിഫ് വാട്സപ്പ് വഴി അയച്ചു തന്നു. അപ്പോഴേക്കും ഒരു വലിയ ക്യൂ ഉണ്ടായിരുന്നു. ആ ക്യൂവിൽ നിന്ന് ക്യൂ പെട്ടെന്ന് തന്നെ മൂവായി ടിക്കറ്റ് കാണിച്ചു കൊടുത്തു, സ്കാൻ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കേബിൾ കാർ കയറേണ്ട സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആസിഫ് പറയായിരുന്നു കുറച്ചുകൂടെ താമസിച്ചാൽ ഒരു 10 മണിയൊക്കെ ആയാൽ ക്യൂ ഒക്കെ നല്ല നീളത്തിനാവും. നമ്മളൊരു 9-9:30 ആയപ്പോൾ എത്തി കേട്ടോ. അതിപ്പോൾ ഏർലി മോർണിംഗ് ആണ്, മീൻസ് അവിടെ ഓപ്പൺ ആയ ടൈം ആയതുകൊണ്ടാണ് വലിയ തിരക്കില്ലാത്തത്. കുറച്ചുകൂടെ താമസിച്ചാൽ വലിയൊരു ക്യൂ ആവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് വന്നിരിക്കുക. എന്നിട്ട് അപ്പം തന്നെ നമുക്ക് കേബിൾ കാർ കിട്ടി. അതിലേക്ക് ഞാനും വേദയും ഏട്ടനും കൂടി കയറിയപ്പോൾ ആസിഫ് പറഞ്ഞു, ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വന്നാൽ മതി, ഞാൻ അവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി ഇവിടെ ആയിരിക്കും എന്ന് പറഞ്ഞു. നമ്മളിവിടെ ആസിഫിന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടെ വിളിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ വന്നോളൂ, ഞാൻ പുറകെ അല്ലെങ്കിൽ ഫ്രണ്ടിലോ എന്താ കേബിൾ കാറിൽ പോയിട്ടുണ്ട്, നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചാടി ഒരു കേബിൾ കാറിൽ കയറി. എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനമായിരുന്നു ഈ കേബിൾ കാർ. ഫസ്റ്റ് നമ്മൾ ചടയമംഗലത്തുണ്ടല്ലോ ജഡായു പാറ, അവിടെ ഇത് ഉണ്ട്. ആദ്യമായിട്ട് അതിലാണ് കയറുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് പേടിയുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 2-3 സ്ഥലത്തൊക്കെ നമ്മൾ മലേഷ്യയിലൊക്കെ പോയപ്പോൾ ഇതിൽ കയറി പിന്നെ ശീലമായി കേട്ടോ. പക്ഷേ വേദയ്ക്ക് സ്റ്റിൽ ഭയങ്കര പേടിയുള്ള സാധനമാണ്. കണ്ണുടച്ച് ഇങ്ങനെയൊക്കെ പേടിച്ചിരിക്കുന്ന കാണാം കേട്ടോ. ഇപ്പോൾ എനിക്ക് പേടിയില്ല, കയറി ഇപ്പോൾ വലിയ പേടിയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇത് പോയി നടുക്ക് വന്നങ്ങ് സ്റ്റോപ്പായിട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചത് എന്താ അനങ്ങാണ്ട് നിൽക്കുന്നതെന്ന്. അപ്പോൾ തന്നെ ആസിഫ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, പേടിക്കണ്ട, ഇലക്ട്രിസിറ്റി പ്രോബ്ലം ആണ്, ഇപ്പം തന്നെ വർക്ക് ആവും എന്ന് പറഞ്ഞു. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും വർക്ക് കേട്ടോ. അപ്പം അത്രയും കെയറോട് കൂടിയാണ് ആസിഫ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമുക്ക് ആസിഫിൻ്റെ വീട്ടിലൊരാളെ കൊണ്ടുപോകുമ്പോൾ തന്നെയാണ് നമ്മളോട് പെരുമാറുന്നത് കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി. നമ്മുടെ നാട്ടിൽ പോലും ആരും ഇങ്ങനൊരു ഗൈഡായിട്ട് വരുമ്പോൾ ഇത്രയും ഇതായിട്ട് ഞാൻ പോലും ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ പുള്ളി ചെയ്യുന്ന കണ്ടപ്പോൾ അത്രയും ആത്മാർത്ഥത്തോട് ചെയ്യണം കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. ഒരു ഗൈഡായിട്ടും പുള്ളിക്ക് അത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പം കേബിൾ കാർ സ്റ്റോപ്പായി, അത് വർക്ക് ആവുമല്ലോ. നമ്മളിവിടെ പേടിച്ചിരിക്കുന്നെങ്കിൽ പുള്ളിക്ക് അതൊരു വിഷയമുള്ള കാര്യമല്ലോ. പക്ഷേ പുള്ളി അത് മെസ്സേജ് ഇട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. 2.something കിലോമീറ്റർ നീളം ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നേ. കയറി ഒരു കുറച്ച് കുറച്ച് മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അത് സ്റ്റോപ്പായി വേറൊരു ജംഗ്ഷനിൽ വന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ കരുതി കഴിഞ്ഞു, ഇവിടെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇറങ്ങി. പക്ഷേ മഞ്ഞുമലയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ച് പോയത്. അവിടെ മഞ്ഞുമലയെല്ലാം ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴേക്കും എഗെയിൻ ഒരു വലിയൊരു ക്യൂ കേട്ടോ. നേരത്തെ നിന്നതിനെക്കാട്ടി വലിയൊരു ക്യൂ. അപ്പോൾ ഞാൻ കരുതി നമ്മുടെ സ്നോ ഏരിയയിലേക്ക് പോകുന്നതിൻ്റെ തിരക്കാവും, വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നിന്നപ്പോൾ ആസിഫ് വന്നിട്ട് പറഞ്ഞു. ആസിഫ് തൊട്ട് മുന്നേ ഉള്ള ഒരു കേബിൾ കാറിൽ അവിടെ
എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആസിഫ് വന്നിട്ട് പറഞ്ഞു ഇത് ഫേസ് 1 ആണ്, ഫേസ് 2ലേക്ക് പോകാനുള്ള ക്യൂ ആണിത്. അതായത് ഫേസ് 1ൽ ഇറങ്ങിയിട്ട് അടുത്ത കേബിൾ കാർ എടുത്തിട്ടാണ് ഫേസ് 2ലേക്ക് പോകുന്നത്. ഫേസ് 2ലാണ് ഞാൻ ഈ പറഞ്ഞ മഞ്ഞുമലയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ ചിലർക്ക് ഫേസ് 1 വരെ ടിക്കറ്റ് കിട്ടത്തുള്ളൂ, അല്ല എങ്കിൽ ചിലർ ഫേസ് 1 വരെ ചൂസ് ചെയ്യത്തുള്ളൂ. ഫേസ് 1 വരെ ടിക്കറ്റിന് റേറ്റ് കുറവാണ്, ഫേസ് 2 വരെ ടിക്കറ്റിന് റേറ്റ് കൂടുതലാണ്. അപ്പോൾ ചിലപ്പോൾ ചിലർ ഫേസ് 1 വരെ ചൂസ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ ആസ്മ പേഷ്യൻസ്, ബ്രീത്തിങ് പ്രോബ്ലം, കാർഡിയാക് പേഷ്യൻസ് ഒക്കെ ഫേസ് 1 വരെയൊക്കെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് റെസ്റ്റ് ഏരിയ, കഫേസ്, ചെറിയ സ്നോ ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളവർക്ക് ആ ഫേസ് 1ൽ ഇറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ, ചെറുതായിട്ട് മഞ്ഞിലൊക്കെ കളിച്ചിട്ട് തിരിച്ചങ്ങ് പോവാം. അപ്പോൾ നമ്മൾ ഫേസ് 2 വരെയും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫേസ് 2ലേക്ക് പോവുകയാണ്. അതിനാണ് നമ്മൾ ഫേസ് 1ൽ നിന്ന് ഇറങ്ങി ഫേസ് 2ൽ നിന്നിട്ട് വീണ്ടും ഒരു വലിയ ക്യൂ നിന്നിട്ടാണ് ഫേസ് 2ലേക്ക് പോയത്. അപ്പോഴും ആസിഫ് പറയാണ് ഈ ക്യൂ വളരെ ചെറുതാണ്, കുറച്ചുകൂടെ സമയം കഴിയുമ്പോൾ വലിയൊരു ലോങ് ക്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളിപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ആ ക്യൂ തന്നെ അത്യാവശ്യം നീളം ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഈ ക്യൂ ഒട്ടുമല്ല എന്ന് പറഞ്ഞത്. ശ്രീനഗറിൽ നിന്നൊരു 30 കിലോമീറ്റർ മാറിയിട്ടാണ് ഗുൽമാർഗ്. നിങ്ങൾ കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട 3 സ്ഥലങ്ങൾ, ഒന്ന് ഗുൽമാർഗ്, ഒന്ന് പഹൽഗാം, ഒന്ന് ഡാൽ ലേക്ക്. ഈ 3 സ്ഥലങ്ങൾ മസ്റ്റ് വിസിറ്റ്. പിന്നെ എല്ലാ പാക്കേജിലും ഈ 3 സ്ഥലങ്ങളും ഉണ്ടാവും. അഥവാ ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടുക. ഇത് 3മാണ് ശ്രീനഗറിൻ്റെ ഏറ്റവും ഭംഗിയുള്ള കാര്യങ്ങൾ, മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ശ്രീനഗറിൽ നിന്നാണ് പഹൽഗാമിലേക്കും ഗുൽമാർഗിലേക്കും പോകുന്നത്. പഹൽഗാം വേറൊരു റൂട്ട്, ഗുൽമാർഗ് വേറൊരു റൂട്ട്. അതുപോലെ തന്നെ സോൻമാർഗും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കേട്ടോ. ഈ 4 സ്ഥലങ്ങൾ ഞാൻ സോൻമാർഗ് വിട്ടുപോയി. ഇപ്പം ഞാനത് എടുത്ത് പറയാത്തതിൻ്റെ കാരണം നമ്മൾ ലഡാക്കിൽ പോകുന്ന വഴിയാണ് ഈ സോൻമാർഗ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വിട്ടുപോയത്. അപ്പോൾ ഈ 4 സ്ഥലങ്ങളും നിങ്ങളുടെ പാക്കേജിലുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ദൂത് പത്രി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനും പാക്കേജ് പറഞ്ഞപ്പോൾ ആസിഫിനോട് എനിക്ക് ദൂത് പത്രിയും പോകണമെന്ന് പറഞ്ഞു. ദൂത് പത്രി എന്ന് പറയുന്നത് ഗുൽമർഗിനടുത്താണ്. അപ്പോൾ ഗുൽമർഗിലേക്ക് പോകുന്ന ദിവസം തന്നെ നമുക്ക് ദൂത് പത്രിയും കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാക്കേജിലുള്ളത് ഗുൽമർഗ്, ദൂത് പത്രി വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പഹൽഗാം, പിന്നെ ഡാൽ ലേക്ക്, ശ്രീനഗറിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ സോൻമാർഗ് പിന്നെ പാക്കേജിലില്ല. നമ്മൾ പോകുന്ന ഓൺ ദി വേ ലഡാക്കിലേക്ക് പോകുന്ന വഴിക്കാണ് സോൻമാർഗ്. അതുകൊണ്ട് സോൻമാർഗിലേക്ക് ഉള്ള ഇത് ഈ പാക്കേജിലില്ല. നിങ്ങൾ പാക്കേജ് എടുക്കുമ്പോൾ കാശ്മീരിലാണെങ്കിൽ ഇത് 3ഉം, അഥവാ അവരിങ്ങോട്ട് പറഞ്ഞില്ല എങ്കിൽ അങ്ങോട്ട് ആവശ്യപ്പെടുക. ഇനി ഞങ്ങളുടെ വയ്യായികയെ പറ്റി പറയാം. വേദ ഡബിൾ ഓക്കെയാണ് കേട്ടോ. ഏട്ടൻ ആകെ ഡള്ളാണ്, ഞാനും ഡള്ളായി തുടങ്ങുകയാണ്. പക്ഷേ ആ ടാബ്ലറ്റൊക്കെ കഴിച്ചതിൻ്റെ ഇതിൽ ഒരു ചെറിയ ആശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ ട്രിപ്പ് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലേ. അങ്ങനെ നമ്മൾ ഈ കേബിൾ കാറിൽ കയറി ഫേസ് 1ൽ വന്നു, ഫേസ് 2ൽ നിന്ന് ഫേസ് 2ന്ന് കയറി അവിടെ ഇറങ്ങി. പിന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം. 5700 രൂപ. വെട്ടം സിനിമയിൽ പറയും പോലെ 100 വട്ടം പറഞ്ഞല്ലേ 5700 രൂപ. അല്ല, 5700 രൂപയും കൊടുത്ത് ഇവിടെ വന്നിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴുണ്ടല്ലോ എനിക്കങ്ങ് ഭയങ്കര വിഷമമായി. ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ, എങ്ങനെയും തിരിച്ചൊന്ന് റൂം എത്തിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയാണ് കേട്ടോ. വയ്യ, നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. എവിടെയെങ്കിലും വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നില്ല, വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. വയറിന് എന്തോ ഒരു അസ്വസ്ഥത, വയറുവേദന അങ്ങനെയൊന്നുമില്ല, എന്തോ ഒരു മൊത്തത്തിലൊരു ഉരുണ്ട് കളിക്കും പോലെയൊക്കെ വയറ്. അങ്ങനെ ഫുൾ ഞാനങ്ങ് ആകെ കിളി പോയിട്ടോ. വേദാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ്. അവൾ നാട്ടിൽ നിന്ന് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവൾക്ക് കാറിൽ വരുന്ന ഒട്ടും ഇഷ്ടമല്ല, ഫ്ലൈറ്റിലാണെങ്കിലും പോവാം. പിന്നെ കുഞ്ഞുള്ളതുകൊണ്ട് അവൾക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല വരാൻ. കരഞ്ഞ് വിളിച്ചാണ് അവിടെ നിന്ന് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെക്കാട്ടി കൂടുതൽ അവളാണ് എൻജോയ് ചെയ്യുന്നത്. അവൾക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്നോ കണ്ടപ്പോൾ വേദയ്ക്ക് പിന്നെ സ്നോയിൽ കളിച്ചോളം പോയിട്ടോ. സ്നോ ബോൾ ഉണ്ടാക്കണം, സ്നോമാനെ ഉണ്ടാക്കണം, എന്തൊക്കെയോ അവൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾക്കൊപ്പം നിൽക്കാൻ എനിക്കും പറ്റുന്നില്ല, ഏട്ടനും എങ്ങനെയും തിരിച്ചങ്ങ് വീട്ടിൽ പോയാൽ മതി കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമുക്ക് ആ ഒരു ടോപ്പിൽ അധിക സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഭീകര തണുപ്പും ഐസും ബ്രീത്തിങ് ഇഷ്യൂ അങ്ങനെയില്ല, നമുക്ക് വയ്യാത്തോണ്ട് തോന്നിയതാവാം. ഭയങ്കര തണുപ്പും ഐസും. പിന്നെ അവിടെ നമ്മൾ ഈ റബ്ബർ ഷൂസ് ഇട്ടിട്ട് പോലും നേരെ നടക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. സ്കിഡായി പോകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ വീട്ടിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈവ് വോയിസാണ് സൂപ്പർ, കോമഡിയും കാര്യങ്ങളൊക്കെ കേൾക്കാം, വോയിസ് ഓവർ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്. ശരിക്കും ലൈവ് വോയിസ് തന്നെയാണ് എനിക്കിഷ്ടം, എനിക്ക് എഡിറ്റ് ചെയ്യാൻ എളുപ്പം, എല്ലാം ലൈവ് വോയിസാണ്. അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തത്.
പിന്നെ എനിക്ക് ലൈവ് അങ്ങോട്ട് വരുന്നില്ല, സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, വാ തുറക്കാൻ പറ്റുന്നില്ല, ക്ഷീണം. എനിക്ക് എൻ്റെ വീട്ടിലല്ല, റൂമിൽ എങ്ങനെയെങ്കിലും എത്തിയാൽ മതി. ഏട്ടൻ്റെ സെയിം അവസ്ഥ കേട്ടോ. ഏട്ടൻ്റെ വീഡിയോ എടുപ്പാണെങ്കിൽ ഒന്നൊന്നര എടുപ്പാണ്, ഫോണ് താഴത്ത് വയ്ക്കില്ല. ഇത് വീഡിയോ എടുക്കാനും വയ്യ, ഒന്നിനും വയ്യ. അപ്പോഴേ എനിക്ക് മനസ്സിലായി ആളിനൊട്ടും വയ്യ എന്നുള്ളത്. എനിക്ക് വയ്യെങ്കിലും ഞാൻ നല്ല ആക്റ്റീവായിട്ട് നിന്നു. പക്ഷേ കറക്റ്റ് ആ ടോപ്പിൽ ഇറങ്ങിയ ശേഷം പിന്നെ എനിക്ക് ഒട്ടും വയ്യ കേട്ടോ. ഒറ്റ ഫോട്ടോ പോലും നല്ലത് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. വേദ സ്കീയിങ്ങിന് പോകണമെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. പക്ഷേ എനിക്ക് വയ്യാത്തത് കൊണ്ട് അതിനൊന്നിനും ടൈം വേസ്റ്റ് ചെയ്യാൻ വയ്യ. ജസ്റ്റ് വന്നു, കണ്ടെന്നുള്ളതായി തിരിച്ചു പോവാം, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ അവിടെ നിൽക്കാൻ വയ്യ. സ്കീയിങ് ചെയ്യണം, പിന്നെ എന്തൊക്കെയോ വേദ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാണ് വന്നത്. പാവം പിന്നെ നമ്മുടെ വയ്യായിക കണ്ടപ്പോൾ അവളും അതിന് ഓക്കെ പിന്നെ വേണ്ട, ചെയ്യേണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവളും തിരിച്ച് വന്നു കേട്ടോ. പാവം അത് കണ്ടപ്പോൾ എനിക്കും വിഷമമായി. പക്ഷെ അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. സ്വന്തമായിട്ട് അവൾക്ക്, ഞാൻ പറഞ്ഞില്ല, അവൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതിലിടാനായിട്ട് സ്വന്തമായിട്ട് ഫോണൊക്കെ എടുത്ത് വീഡിയോ എടുപ്പും ബഹളവും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അത് കണ്ടപ്പോൾ സന്തോഷമായി. കാരണം അവൾക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ വന്നിട്ടും അവിടെ കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നിയല്ലോ. അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത വേറൊന്നുമല്ല. ആരൊക്കെയോ കുറേ കമൻറ്റ് ഇട്ട്, എന്തിനെ കൊച്ചിനെയും കൊണ്ടുപോയി അവിടെ വീട്ടിൽ നിർത്തിയിട്ട് പോയാൽ പോരായിരുന്നോ, നേട്ടയത്ത് നിർത്തിയിട്ട് പോയാൽ പോരായിരുന്നോ എന്നൊക്കെ. അതിനൊരു കാരണമുള്ളത്, നമ്മുടെ ഒന്നും ലൈഫിൽ ഈ ഒരു പ്രായത്തിലൊന്നും ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി എപ്പോഴാണ് പോകുന്നതെന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും ഒരു ഇതിൽ ഭാഗ്യത്തിന് നമ്മൾ പോകുമ്പോൾ അവളെ കൊണ്ടുപോകാതിരിക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ മാത്രമല്ല, ഒരു 30 days ട്രിപ്പാണ്. അത്രയും ദിവസവും ഞാൻ അങ്ങനെ അധികം വേറെ കാണാണ്ടിരുന്നിട്ടില്ല. വേറെ എന്നെയും ഇവിടെ കേവലം കുംഭമേളയ്ക്ക് പോയപ്പോൾ അതൊരു 1 week ട്രിപ്പും കണ്ടായിരുന്നു. കുംഭമേളയ്ക്ക് പോയപ്പോൾ തന്നെ വേദ പോയിൻ്റെ അന്ന് മുതൽ തുടങ്ങി, എപ്പോൾ വരും എപ്പോൾ വരും എപ്പോൾ വരും, ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കും ആ ട്രിപ്പ് ഒന്ന് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല ഹാപ്പി ആയിട്ട്. അതുകൊണ്ടാണ് എത്ര വേദയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും വേദയെ കൂടി കൊണ്ടുപോകാമെന്ന് എഴുതിയത്. കാരണം ഇതൊക്കെ നമ്മൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ അവൾക്ക് അതിൻ്റെ ആ ഒരു സന്തോഷത്തെപ്പറ്റി അറിയത്തില്ലായിരിക്കും. മേ ബി കുറച്ച് കഴിയുമ്പോൾ അവൾ അറിയും. ഇപ്പോൾ അവൾ കുഞ്ഞല്ലേ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമല്ലെങ്കിലും അവളെ കൊണ്ടുപോകണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമാണ്. ഇനി ഒരു സ്ഥലത്തും കൊണ്ടുപോയില്ല എങ്കിലും ഇവിടെ കാശ്മീരിൽ എനിക്ക് അവളെ കൊണ്ടുവരണമെന്ന് വലിയൊരു നിർബന്ധമായിരുന്നു കേട്ടോ. ഞാൻ വേദയോട് പറഞ്ഞു, ഇനി എവിടെ ട്രിപ്പ് പോയാലും നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ കൊണ്ടുവരത്തില്ല, ലാസ്റ്റ് ട്രിപ്പാണ് കാശ്മീർ, പക്ഷേ നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവൾക്ക് ആ ഒരു ട്രിപ്പ് ഇഷ്ടമായി കേട്ടോ. phase 1 phase 2 വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഒരു കേബിൾ കാറിൽ തന്നെ 6-7 പേരെയൊക്കെ അവർ കുത്തിഞ്ഞെരുക്കി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കയറിയതിലും 6 പേര് കൂടുതൽ, 7 പേരുണ്ടായിരുന്നു കേട്ടോ. ഇരിക്കാൻ സ്ഥലമില്ല. പാവം വേദ എൻ്റെ മടിയിലാണ് ഇരുന്നത്. ഇരുന്നിട്ട് ഒരു ഇതും കിട്ടുന്നില്ല. അപ്പോഴാണെങ്കിൽ ദേഷ്യം കൂടി. പിന്നെ അടുത്തിരുന്ന ചേട്ടനാണെങ്കിൽ അങ്ങ് നിറങ്ങിയിരിക്കണം. അപ്പം ചേട്ടാ അത് ഒതുങ്ങെന്ന് പറഞ്ഞിട്ട് ചേട്ടനെ ഒതുക്കിയിട്ട് വേദയെ പിടിച്ച് ഞാൻ അവിടെ ഇരുത്തിയേ. എന്നിട്ട് നമ്മൾ ആ കറക്റ്റ് ലൊക്കേഷനിലെത്തി. ഗൊണ്ടോള എന്ന് പറഞ്ഞുള്ള സ്ഥലം. അവിടെ അങ്ങോട്ട് ഷൂസ് ഇട്ടുകൊണ്ട് ഇറങ്ങി അങ്ങോട്ട് നടക്കുമ്പോൾ ഇങ്ങോട്ട് വലിക്കുക. അത് സ്കിഡായി പോകണം കേട്ടോ. നമുക്ക് ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല, മഞ്ഞിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ നടക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. എന്നിട്ട് കയറിയ പാടെ അവർ സ്കീയിങ് ചെയ്യണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റണ്ടേ. നമ്മൾ സ്കീയിങ് ചെയ്താൽ നമ്മളെ കാര്യത്തിൽ തീരുമാനമാവും. അതുകൊണ്ട് ഞങ്ങൾ വേണ്ടെന്ന് പറയുന്നു. ആസിഫിൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു, പുള്ളിയൊക്കെ പുള്ളി എൻ്റെ ഇൻസ്ട്രക്ടറാണ്, വരൂ എന്നൊക്കെ പറഞ്ഞ് ആസിഫ് ഇതുവരെ വന്നില്ലേ ചെയ്യാൻ വയ്യ, നേരെ നിൽക്കാൻ വയ്യ, ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വയ്യ, പിന്നെ എങ്ങനെയാണ് സ്കീയിങ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് കുറച്ചൊരു 5 മിനിറ്റെങ്കിലും അവിടെ നിന്നു എന്ന് എനിക്കറിയില്ല. 1-2 കൂറ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ അങ്ങനെ നിന്നിട്ട് പോവാം എന്ന് ആസിഫിനോട് പറഞ്ഞു. അപ്പോൾ ആസിഫ് പറഞ്ഞെങ്കിൽ ഓക്കെ കുഴപ്പമില്ല പോവാം, ഇവിടെ അധിക സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനാണെങ്കിൽ ക്യാപ്പും എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഗ്ലൗ ഒക്കെ എടുത്ത് ക്യാപ്പ് എടുക്കാൻ മറന്നുപോയി. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഒറ്റ പോക്ക് പോകും കേട്ടോ. പിന്നെ അങ്ങ് താഴെ വീണും പോകത്തില്ല, മീൻസ് അങ്ങ് താഴേക്ക് പോകത്തില്ല, അവിടെ സ്ലിപ്പായി അവിടെ വീണ് കിടക്കും. പിന്നെ അവിടെ നിന്ന് എണീക്കണമെങ്കിൽ ഒരാളുടെ സഹായം കൂടി വേണം കേട്ടോ. സത്യം എനിക്ക് ഒന്നിനും വയ്യ. ആസിഫ് പറയുന്നത് നിൽക്കൂ അവിടെ നിൽക്കൂ, അങ്ങനെ നിൽക്കൂ, ഇങ്ങനെ നിൽക്കൂ, ഫോട്ടോ എടുക്കട്ടെ. എവിടെ നിൽക്കാനും ഇരിക്കാനും പറ്റണ്ടേ. ഒന്നാമത്തെ കാര്യം എനിക്ക് മാഡനും ഒട്ടും വയ്യാതെ നിൽക്കുകയാണ്. പിന്നെ ഈ കടും തണുപ്പൂടെ ആയി നടക്കാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റാത്തൊരു 2 കെട്ട പരുവത്തിലായിപ്പോയി കേട്ടോ. സത്യം ഭയങ്കര സന്തോഷത്തോടെ വന്നു, ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ വന്നിട്ട് അത് അങ്ങ് സ്പോയിലായപ്പോൾ മനസ്സിൻ്റെ വിഷമം അത് വേറെയും. ഇന്നലെ ആണെങ്കിലും പോലീസെല്ലാം പിടിച്ച് കുറേ പൈസ പോയതിൻ്റെ വിഷമം അങ്ങനെ. അത് പിന്നെ പോട്ടെ, നമ്മൾ ഈ ട്രിപ്പിനൊക്കെ വരുമ്പോൾ ഇതൊക്കെ സ്വാഭാവികം. പക്ഷേ ഫുഡ് പോയ്സൺ സത്യം പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കാരണം അത്രയും തിരക്കുള്ള കടയിൽ കയറിയാണ് നമ്മൾ വസ്വാൻ കഴിച്ചത്. വസ്വാനായിരിക്കാം, വേദയും അത് കഴിച്ചായിരുന്നു. പിന്നെ അതിലൊരു ഐറ്റം വേദ കഴിച്ചില്ല, ഞാനും ഏട്ടനും മാത്രമേ കഴിച്ചുള്ളൂ. അതാണോ എന്നറിയത്തില്ല. നല്ല തിരക്കുള്ള കടയായിരുന്നു. പിന്നെ
ഞങ്ങൾ കഴിച്ചപ്പോൾ 3-3:30 മണി കഴിഞ്ഞു കേട്ടോ. ഇനി ലേറ്റായിട്ട് കഴിച്ച് ഗ്യാസ് കയറി പ്രോബ്ലം ആയതാണോ എന്താണെന്നറിയില്ല. ഫസ്വാനാണോ രാവിലെ പൂരിയും കടലക്കറിയും കഴിച്ചു, ഇനി അതാണോ എന്താണെന്നറിയില്ല. എന്തായാലും ഏട്ടന് കാര്യമായിട്ടുള്ള പണി കിട്ടി. ഏട്ടൻ അങ്ങനെ വരുന്നതേ അല്ല, കാര്യമായിട്ടുള്ള പണി കിട്ടി. എനിക്കും വരാറുള്ളതാണെങ്കിൽ എനിക്കങ്ങനെ വന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ വന്നു. അങ്ങനെ ഇരുന്ന് എന്നെ പിടിച്ച് ആസിഫ് അവിടെ ഇരിക്കാൻ തുടങ്ങി. ഞാൻ കരുതി ഫോട്ടോ എടുക്കാനായിരിക്കും. ഞാൻ പറഞ്ഞില്ല ഇരിക്കുന്നില്ല. ഇല്ല ഇരിക്കും. ഞാൻ പറഞ്ഞു ഇല്ല ഇരിക്കുന്നില്ല. അല്ല ഒറ്റ പ്രാവശ്യം ഇരുന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി പാവം ഫോട്ടോ എടുക്കാനായിരിക്കുമെന്ന്. ഇരുന്നത് എൻ്റെ പാൻസിൽ പിടിച്ച് ഒറ്റ വലി. ഞാൻ ഇങ്ങനെ നിരങ്ങി വന്നിട്ട് അങ്ങനെ വേദനയാട്ടിനെയൊക്കെ ഒരു പ്രാവശ്യം ഇങ്ങനെ നിരക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു മതി, ഇനി നമുക്ക് നിരങ്ങാനും വയ്യ ഇരിക്കാനും വയ്യ, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അടുത്ത കേബിൾ കാറിൽ കയറി നമ്മൾ റിട്ടേൺ അടിക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ കാര്യമായിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ വിഷമം നല്ലതായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നും പറഞ്ഞ് ഞാനിരിക്കുന്നു. അപ്പോൾ ആസിഫ് പറഞ്ഞു ഇവിടെ നിന്ന് നേരെ ദൂത് പത്രിയിലേക്ക് പോകാമെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ ദൂത് പത്രിയിലും പോകാൻ വയ്യ, ഒരു പത്രിയിലും പോകാൻ വയ്യ. എന്നിട്ട് ഞാൻ കരുതി ഇനി അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു ദിവസം വീണ്ടും വരണം. എത്ര വയ്യെങ്കിലും കാറിലെങ്കിലും ഇരിക്കാം, കാണുന്നവർ കാണട്ടെ, ഏട്ടനെയും വേദനയും പറഞ്ഞിടാം, ഞാൻ കാറിലിരിക്കാം എന്ന് കരുതിയെങ്കിലും ഏട്ടനും ഒട്ടും വയ്യ. ഏട്ടനും എങ്ങനെയെങ്കിലും റൂം എത്തിയാൽ മതി എന്ന് പറഞ്ഞാണ് ഏട്ടനും ഇരിക്കുന്നത്. പിന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല വയ്യ നമുക്ക് പോവാം തിരിച്ച് വീട്ടിൽ പോവാം ഒന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ ഇറങ്ങിയതല്ലേ കണ്ടിട്ട് തന്നെ പോവാം. വയ്യായിക മാറിയിട്ട് കാണാനിരുന്ന ഒരു കാലത്തും മാറത്തില്ല. പക്ഷെ വേദ ഹാപ്പിയാണ്, അത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. എനിക്കതല്ല, ഏട്ടന് ഫുഡ് പോയിസൺ അടിക്കണമെങ്കിൽ എന്തോ കാര്യമായിട്ടുള്ള സാധനമാണ് ഉള്ളിലേക്ക് പോയതെന്ന് മനസ്സിലായിട്ടോ. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മളിങ്ങനെ ഒരു ട്രിപ്പിന് പോകുമ്പോൾ ഇപ്പം എല്ലാവരും പറയും വലിച്ചു വാരി കഴിച്ചിട്ടില്ലേ എന്നൊന്നുമല്ല. ആവശ്യത്തിന് നമ്മൾ ഒറ്റൊരു താലിയാണ് വാങ്ങിയത്, ഷെയർ ചെയ്ത് കഴിച്ചത്. വലിച്ചു വാരി കഴിച്ചിട്ടില്ല. നമ്മളിങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന കാര്യമാണ് ഫുഡ് പോയ്സൺ എന്ന് പറയുന്നത്. നമ്മളിനി വെജിറ്റേറിയൻ കഴിച്ചാലും കഴിഞ്ഞ ട്രിപ്പിന് ഞാൻ ഒരു നോൺ വെജും കഴിച്ചില്ല, വെജിറ്റേറിയനാണ് കഴിച്ചത്. എന്നിട്ട് എനിക്ക് ഫുഡ് പോയ്സൺ അടിച്ചു. അപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ കഴിച്ചാലും ഇല്ലെങ്കിലും അത് വരേണ്ടത് വരും. കാരണം മെയിൻ തിങ് എന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ ക്ലൈമറ്റിൽ നിന്ന് പെട്ടെന്ന് വേറൊരു ക്ലൈമറ്റിലേക്ക് കയറി ആ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോഴും പിന്നെ നമുക്ക് അവരുടെ ഫുഡിൻ്റെ സ്പൈസസും കാര്യങ്ങളും ഒന്നും ഇഷ്ടമാവത്തില്ല. എല്ലാം കൂടി ആകുമ്പോഴാണ് നമുക്ക് ഫുഡ് പോയ്സൺ അടിക്കുന്നത്. അല്ലാതെ നമ്മൾ വലിച്ചു വാരി കഴിച്ചിട്ടോ ഏറ്റവും തിരക്കുള്ള ഹോട്ടലിൽ കയറിയാണ് നമ്മൾ എപ്പോഴും കഴിക്കാറുള്ളത്. അവരും എല്ലാം നല്ല ചൂടോടെ തന്നെയാണ് കുക്ക് ചെയ്ത് തരാറുള്ളത്, ഏത് കുഞ്ഞു കടയിൽ കയറിയാലും. പക്ഷേ നമുക്ക് പറ്റാത്ത, നമ്മുടെ സ്റ്റൊമക്കിന് അതായിട്ട് സെറ്റാവാത്തത് കൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. നമ്മൾ കഴിച്ച സാധനം തന്നെയാണ് വേദയും കഴിച്ചത്, പക്ഷേ വേദയ്ക്കൊന്നും പറ്റിയില്ല. എനിക്ക് ഏട്ടനുമാണ്. ഏട്ടനും പെട്ടെന്ന് ഫുഡ് പോയ്സൺ അടിച്ച കേട്ടോ. എനിക്ക് പിറ്റേ ദിവസം രാവിലെ ഒരു 11 മണിക്ക് ശേഷമാണ് ഫുഡ് പോയ്സൺ അടിച്ചത്. അങ്ങനെ എന്തായാലും നമ്മൾ വയ്യാതെ തിരിച്ചു പോകും വഴിക്ക് വീണ്ടും ഫേസ് 2 ഇറങ്ങിയിട്ടാണ് അടുത്ത കേബിൾ കാർ എടുത്താണ് ഫേസ് 1 പോകുന്നത്. എനിക്കാണെങ്കിൽ നടക്കാനും വയ്യ ഇരിക്കാനും വയ്യ. ഒരു ഷൂസാണ് എടുത്ത് കയറ്റിയിട്ട് അതിന് ഊരിക്കളയാണ്ടൊരു സമാധാനവും കിട്ടുന്നില്ല, തണുക്കുന്നുമുണ്ട്. എനിക്കറിയില്ല എന്താ പറയേണ്ടത്. പക്ഷെ നല്ലൊരു സ്ഥലം നമുക്ക് സ്പോയിലായി. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ. കാശ്മീരിൽ നിന്ന് കയറിയപ്പോഴേ നമ്മുടെ മനസ്സ് വിഷമിച്ചാണ് ശ്രീനഗറിലേക്ക് കയറിയത്. അവിടെ വന്ന് ഇങ്ങനൊരു ദിവസം ഫുഡ് പോയ്സൺ അടിച്ച ഏട്ടൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാനും ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഭാവം വന്നു കേട്ടോ. വന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു തന്നു. പക്ഷേ ഏട്ടൻ്റെ എടുപ്പിൽ ഇങ്ങനെയല്ല വീഡിയോസ് എടുക്കുന്നത്, വയ്യാത്തത് കൊണ്ടാണ് ആ വീഡിയോസിൽ ഇത് കുറഞ്ഞത്. ഞാൻ എൻ്റെ ഫുഡ് പോയ്സൺ ചിലപ്പോൾ കടുത്താലോ എന്ന് കരുതി ഏട്ടൻ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്ത എല്ലാ ടാബ്ലറ്റും ഞാനും കഴിച്ചിട്ട് ഒരു സേഫ്റ്റി സൈഡായിട്ട്. എന്നിട്ട് നമ്മൾ നേരെ ഫേസ് 1 ഇറങ്ങിയിട്ട് വേദയ്ക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. എനിക്ക് വാഷ്റൂമിലും പോകാൻ വയ്യ, ഒന്നും വയ്യ. എങ്ങനെയെങ്കിലും ആ കാറിൽ കയറി പറ്റിയാൽ മതി എന്നാ കേട്ടോ. അപ്പോൾ നമ്മുടെ ഗുൽമാർഗിൽ നിന്ന് ദൂത് പത്രി വരെ ഒരു 50 കിലോമീറ്റർ ഉണ്ടെന്ന് ആസിഫ് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സമാധാനം, ഈ 50 കിലോമീറ്റർ എനിക്ക് കാറ് കിടന്നൊന്ന് സുഖമായിട്ട് ഉറങ്ങാലോ എന്ന് ഞാൻ കരുതി. അത്രയ്ക്ക് എനിക്ക് വയ്യാതായിട്ട്, ലൂസ് മോഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, എനിക്ക് ബാത്റൂമിൽ പോകണമെന്നോ ഒന്നുമില്ല. പക്ഷെ എനിക്ക് മൊത്തത്തിൽ എന്തോ ഒരു വയ്യായിക പോലെ. അത് ഫുഡ് പോയ്സൻ്റെ സ്റ്റാർട്ടിങ് ആണെന്ന് മനസ്സിലായി. ടാബ്ലറ്റ് എല്ലാം കഴിച്ചത് കൊണ്ട് ഒരു സമാധാനമുണ്ട്. എങ്കിലും ഒന്ന് ഉറങ്ങാനോ കിടക്കാനോ എന്തോ ഒരു ക്ഷീണം പോലെ. അങ്ങനെ നമ്മൾ നേരെ കാറിൽ കയറി കുറേ ദൂരം പോയി കേട്ടോ. ആസിഫിൻ്റെ ഓടിയിലാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ അമ്മോ ജീവനും കളഞ്ഞിരിക്കണം. ഓരോ വണ്ടി ഓപ്പോസിറ്റ് വരുമ്പോൾ തൊട്ടില്ല എന്ന് പറഞ്ഞാണ് ഇടിച്ചൊക്കെയാണ് കൊണ്ട് നിർത്തുന്നത് കേട്ടോ. കുഞ്ഞു നാരോ റോഡ്സിൽ വളവും തിരിവും, പിന്നെ ഷോർട്ട് കട്ട് അടിക്കുമ്പോൾ പട്ടിക്കാട് വഴി അങ്ങോട്ടിട്ടടിച്ച് ഇങ്ങോട്ടടിച്ച് ഉള്ള കുണ്ടും കുഴി ഇറങ്ങി കയറി. എൻ്റെ അമ്മോ ഒരുമാതിരത്തെ ഒരു ഓടിയിലാണ് ആസിഫിൻ്റെ. അത് മാത്രം ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. നല്ല വളവും തിരിവും ഒക്കെ ഉണ്ട് കേട്ടോ. മുകളിൽ നിന്ന് ഇങ്ങനെ താഴെ ഇറങ്ങുമ്പോൾ അറിയാമല്ലോ, സിഗ്സാഗ് കർവ് ആണുള്ളത്. ആ കർവ് എല്ലാം പറത്തിക്കൊണ്ട് വരണതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്,
അങ്ങനെ പറത്തി പറത്തി നമ്മൾ വന്നു. അതുപോലെ ഇവിടെ എവിടെ പോയാലും ഇതുപോലെ തേങ്ങ ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവർക്ക് തേങ്ങ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഇവിടെ നിന്ന് വരുന്നതല്ല, കേരളത്തിൽ നിന്ന് വരുന്നതെന്നാണ് നമ്മുടെ ആസിഫ് പറഞ്ഞത്. കേരളത്തിലെ തേങ്ങയാണ്. അപ്പം നമ്മളോടെയാണ് തേങ്ങ കാണിച്ച് പറ്റിക്കുന്നത്. നമ്മൾ തേങ്ങ കണ്ട് ചവച്ച് തുപ്പി കളയുന്ന സാധനം ദേ ഇവിടെ കൊണ്ടുവച്ച് ആൾക്കാർ വിൽക്കുന്നു. നല്ലൊരു ബിസിനസ്സാണ് കേട്ടോ. അത് ചിലരുടെ കയ്യിൽ ഇങ്ങനെ തേങ്ങയുണ്ട്, അത് വാങ്ങിച്ച് കഴിക്കാനും ആൾക്കാരുണ്ട്. എന്നിട്ട് നമ്മൾ കാറിൽ കയറി ഞാനൊരു കിടപ്പ് കിടന്നു. സത്യം പറഞ്ഞാൽ ഏട്ടനും ഇരുന്ന് ഉറങ്ങാം കേട്ടോ. വേദ മാത്രം ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയാണേ. ഇത് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരമാണ് കണ്ടത്. എന്നിട്ട് എനിക്ക് കിടന്നിട്ട് കിടപ്പ് വരാതെ ഞാൻ ആസിഫിനോട് പറഞ്ഞു, വണ്ടി ഒന്ന് സൈഡിലേക്ക് ഒതുക്കൂന്ന് മാത്രം പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി ഒരു ഛർദ്ദിച്ചു. എൻ്റെ അമ്മോ, ഛർദ്ദിച്ച് കുടങ്ങു എന്ന് വെച്ചാൽ ഇന്നലെ കഴിച്ച വസ്വാൻ ഫുൾ അതിലുണ്ടായിരുന്നു കേട്ടോ. റൈസ് ഉൾപ്പെടെ അതിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കാറിൽ കയറി ഒന്നിരുന്നു. എന്നിട്ട് ഉറങ്ങി എണീറ്റു. എൻ്റെ അമ്മോ, എന്നിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ. പക്ഷെ ഞാൻ ഒരു വിധം വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ സെറ്റായി. ആസിഫിൻ്റെ ഓടിക്കത്തിൽ ഞാൻ വൊമിറ്റ് ചെയ്തതാണോ വയ്യാതായി വൊമിറ്റ് ചെയ്തതാണോ എന്താണെന്നറിയില്ല. ഞാൻ കുറേ സമയം എന്നിട്ട് അവിടെ അങ്ങനെ കിടന്ന് ഒന്ന് ഉറങ്ങിയപ്പോഴാണ് ഉള്ള കാട്ട് റൂട്ട് വഴിയെല്ലാം ആസിഫ് ഓടിച്ച് ഇവിടെ നിന്നെടുത്ത് അങ്ങോട്ടടിക്കും, അവിടെ നിന്നെടുത്ത് ഇങ്ങോട്ടടിക്കും. കിടക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. മാക്സിമം കിടന്നിട്ട് ആസിഫ് കൊണ്ടുവന്നൊരു ഹോട്ടലിൽ നിർത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഹോട്ടലിലൊന്നും വേണ്ട, ഏട്ടനും ഒന്നും കഴിക്കണമെന്നില്ല, വേദയ്ക്കും പാവം വേണ്ടാന്ന് പറഞ്ഞിട്ട് രാവിലെ 2 ബ്രെഡും കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. വേദയും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങിയപ്പോൾ നല്ല ഹോട്ടലൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പഴം വാങ്ങിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കടയിൽ ഇറങ്ങി പഴം വാങ്ങിച്ചു കേട്ടോ. പഴം അത്യാവശ്യം നല്ല വലുപ്പത്തിനുള്ള പഴമായിരുന്നു. എല്ലാവരും ഓരോ പഴം കഴിച്ചു. പഴം കഴിച്ചതും ഒരു സഡൻ എനർജി വന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു ഭയങ്കര ആശ്വാസം കിട്ടും. ഇവിടെ വേറൊന്നും കഴിക്കാനായിട്ട് ഹോട്ടലുകളില്ല. അപ്പം ഞാൻ ഒരു കടയിൽ നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ജ്യൂസുള്ള കടയിൽ നിർത്തിയാൽ മതി, കഴിക്കാനൊന്നും വേണ്ട. കഴിക്കണമെന്നില്ല, എനിക്കും ഇല്ല ഏട്ടനും ഇല്ല. പിന്നെ നമ്മൾ കഴിക്കാത്തതുകൊണ്ട് അവൾക്കും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രഷ് ജ്യൂസ് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അവിടെ നിർത്താൻ പറഞ്ഞു. അങ്ങനെ ആസിഫ് പോയി ഫ്രഷ് ജ്യൂസും ഇല്ല, ഒന്നുമില്ല കേട്ടോ. അങ്ങനെയാണ് പഴമെങ്കിൽ പഴമെന്ന് പറഞ്ഞ് എല്ലാവരും ഓരോന്ന് കഴിച്ചു. ഒരെണ്ണം കഴിച്ച സത്യം പറഞ്ഞ വയറ് നിറഞ്ഞിട്ട് നല്ല വലിപ്പമുള്ള പഴവും. അത് കഴിച്ചതും എവിടെ നിന്നോ ഒരു എനർജി വന്നു കേട്ടോ. അപ്പോൾ പഴം കഴിച്ചാൽ എനർജി വരുമെന്നൊക്കെ പറയുന്നത് സത്യം തന്നെയാണ്. ഞാനൊക്കെ ഛർദ്ദിച്ച് കുടങ്ങി ഒന്നും വയറ്റിലുണ്ടായിരുന്നില്ല. വേദയും പാവം ഓരോ ബ്രെഡ് കഴിച്ചിട്ടിരുന്നതാണ്, ഏട്ടനും ബ്രെഡ് കഴിച്ചിട്ടിരുന്നതാണ്. പിന്നെ ഏട്ടനും എനിക്കും വേണമെന്നുണ്ടായിരുന്നില്ല. പാവം വേദ പഴമൊക്കെ കഴിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോയട്ടോ. ദൂത് പത്തിരി എത്തിയപ്പോൾ വീണ്ടും എനിക്കെന്തോ ഒരു ഒന്നിനും വയ്യ. ദൂത് പത്തിരിയിൽ എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചാൽ അവിടെ ഒരു അടിപൊളി വ്യൂ പോയിൻ്റാണുള്ളത്. അതിനെക്കാട്ടി രസം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്നൊരു 12 കിലോമീറ്ററോ 6 കിലോമീറ്റർ എന്തോ ഒന്നുകിൽ നമ്മൾ നടന്നു പോയി എക്സ്പ്ലോർ ചെയ്യുക, അല്ല എങ്കിൽ കുതിരയുണ്ട്, ഘോടയുണ്ട്, പോണി റൈഡ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേ മോട്ടോ സ്കൂട്ടർ ഉണ്ടല്ലോ അതുമുണ്ട്. ഇതിൽ 3 എക്സ്പ്ലോർ ചെയ്യുക. അവിടെ ചെന്നിറങ്ങിയപ്പോൾ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയി. എനിക്ക് ഇതിനൊന്നിനും വയ്യല്ലോ. ഞാൻ കരുതിയത് കാർ അങ്ങറ്റം വരെ പോകുമെന്നും പറഞ്ഞാണ് നമ്മളിതിൽ കയറിയിരുന്നത്. ഞാൻ ആസിഫിനോട് പറഞ്ഞു ഞാൻ ഇതിനൊന്നിനുമില്ല, നമുക്കിവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. ആസിഫ് ഒരു നിർബന്ധം ഇല്ല, പറ്റില്ല, നമ്മൾ ഇത്രയും ദൂരം വരെ വന്നിട്ട് ഇതിനാണോ വന്നത്, കുഴപ്പമില്ല, നിങ്ങൾ പോയി നോക്കൂ, കോടയുടെ മുകളിലിരുന്ന് പതുക്കെ പോയാൽ മതി. മോട്ടോർ സ്കൂട്ടർ ആകുമ്പോൾ ഭയങ്കര സ്പീഡിലവന്മാർ പാറപ്പിച്ച് വിടും കേട്ടോ. അത് വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമ്മൾ അവിടെ എത്തും. ഇത് കോടയുടെ മുകളിൽ നിങ്ങൾ പതുക്കെ പോയാൽ മതി, പോയി ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് ആസിഫ് ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു കേട്ടോ. എനിക്ക് ഒന്നാമത് ഈ കോടപ്പുറം മീൻസ് പോണി റൈഡിന് പോകുന്ന ഇഷ്ടമല്ല. അതൊരിക്കൽ ഊട്ടിയിൽ പോയപ്പോൾ വേദയും ഏട്ടനും കൂടി പോണി റൈഡിന് പോയി. ഞാൻ ഇതിലൊന്നും കയറത്തില്ല, എനിക്ക് ഇതിനൊന്നും ഇഷ്ടമുള്ള ആളുമല്ല. അപ്പോൾ വേദയ്ക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ അതിലെന്തോ കയറി വേദ പേടിച്ചു. അപ്പോൾ വേദ പേടിച്ചത് കൊണ്ട് എനിക്കും ആ ഒരു പേടി എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോണിയില്ല. മോട്ടോർ സ്കൂട്ടർ ആണെങ്കിൽ അവന്മാർ ഹെലികോപ്റ്ററിനെക്കാട്ടി സ്പീഡിനാണ് അവന്മാർ പോകുന്നത്. അത് ഇരുന്നാൽ ഞാൻ താഴത്ത് വീഴും. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സാഹസികത ഒന്നും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര പേടിയാണ്. ഊഞ്ഞാലാട്ടിയാൽ ഒന്ന് സ്പീഡിനാടിയാൽ എൻ്റെ നെഞ്ചിൽ കൂടെ ഒരു സാധനം പോകും കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ വേദയായാലും ഏട്ടനായാലും ഒന്ന് പൊക്കത്തിൽ നിൽക്കണ കണ്ടാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. വേദ സ്വിം ചെയ്യുന്ന കണ്ടാൽ എനിക്ക് എല്ലാത്തിനും എനിക്ക് ഭയങ്കര പേടിയാണ് മനസ്സിൽ. അതുകൊണ്ട് ഞാൻ ഈ സാഹസികതയ്ക്ക് ഒന്നും പോകത്തില്ല. പിന്നെ വേദ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറയും. വേദയ്ക്ക് ഇഷ്ടമാണ്, കാരണം അവൾക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മളായിട്ട് മനസ്സ് മടുപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാൻ പറയും. പക്ഷേ ബാക്കിയെല്ലാം എനിക്ക് പേടിയുള്ള കാര്യം കേട്ടോ. അതുകൊണ്ട് ഈ കോടപ്പുറത്ത് കയറുന്നതും എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. പക്ഷേ ആസിഫ് ഒരു വിധത്തിൽ വിടത്തില്ല.
പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ ഒരേ വാശി കേട്ടോ. അങ്ങനെ നിന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടോ. എന്ത് മാജിക്കാണെന്ന് അറിയത്തില്ല, ഞാൻ ഭയങ്കരമായിട്ട് ഓക്കെ ആയി. ഭയങ്കരമായിട്ട് ഒരു ഫ്രഷ് എയറിൻ്റെതാണോ ആ പഴം തിന്നതിൻ്റെതാണോ എന്താ വൊമിറ്റ് ചെയ്തെങ്കിൽ എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു. ആ പഴം കഴിച്ചപ്പോൾ ഒന്നും ഓക്കെ ആയെങ്കിൽ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പക്ഷെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതും ഞാൻ ഓക്കെ. അങ്ങനെ അപ്പോൾ ആസിഫ് പറയാണ്, അതാണ് ഇവിടെ വന്ന് ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്യുമ്പോൾ ഒരുമാതിരിയുള്ള അസുഖങ്ങളെല്ലാം നമുക്ക് പോവും. ക്ലൈമറ്റുമായിട്ട് നമ്മൾ ഓക്കെ ആയി, ഓക്സിജനൊക്കെ നല്ല കറക്റ്റ് കിട്ടി, നല്ല ഫ്രഷ് എയറൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഓക്കെ ആവുന്നതാണ്. ഓക്കെ ആവും, അത് പക്കയാണെന്ന് പറഞ്ഞു. പക്ഷെ അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അത് എന്ത് മാജിക്കെന്ന് എനിക്കറിയത്തില്ല. ഏട്ടനും ഓക്കെ ആയിട്ടോ. ഏട്ടൻ പറയായിരുന്നു, ഇപ്പം ഞാനും ഓക്കെ ആയി, എനിക്ക് ഒരു ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലം പോലെ ഉണ്ടായിരുന്നു, അതെല്ലാം എനിക്കും ഓക്കെ ആയെന്ന് ഇങ്ങനെ ഏട്ടൻ പറയുന്നുണ്ട് കേട്ടോ. അത് പക്ഷേ ഒരു വല്ലാത്തൊരു മാജിക്കായിപ്പോയി. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ പറഞ്ഞെങ്കിൽ പോണീൻ്റെ പുറത്ത് കയറി പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഏട്ടനും വേദയും കൂടി പോണിയുടെ പുറത്ത് കയറി. സ്കൂട്ടറിലും നല്ല ഇതായിരുന്നു കേട്ടോ. പക്ഷെ അമ്മ ഭയങ്കര സ്പീഡുള്ളതുകൊണ്ടല്ല, ആസിഫ് എന്തോ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പോണിയുടെ പുറത്ത് പോയാൽ മതി, നല്ല രസമാണ്, പതിയെ പതിയെ പോകത്തുള്ളൂ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓടിക്കണമെങ്കിൽ ഓടിക്കാൻ തരാം, അങ്ങനെ തരാം ഇങ്ങനെ തരാം എന്നൊക്കെ പറയും. അപ്പോൾ എനിക്കൊരാഗ്രഹം, വേദ അത്രയും പേടിയോടെ പറയണം ആ പോണിയുടെ പുറത്തൊന്ന് കയറി ഒന്ന് നോക്കണമല്ലോ അതെന്താണ് അത്രയും പേടിക്കാൻ കാരണം എന്നുള്ളത്. അപ്പം ഞാൻ കരുതിയത് വളരെ കുറച്ച് ദൂരെ ഉണ്ടാവുള്ളൂ, പോയിട്ട് വരാമെന്ന് പറഞ്ഞാണ് ഈ കുന്തത്തിൻ്റെ പുറത്ത് കയറിയത് കേട്ടോ. പക്ഷെ വേറെ പേടിക്കാനൊന്നുമില്ല, ഭയങ്കര കംഫർട്ടബിളായിരുന്നു. 6 കിലോമീറ്റർ എന്തോ അങ്ങോട്ടും ഉണ്ട്, 6 കിലോമീറ്റർ എന്തോ അല്ല, മൊത്തം 6 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. എന്തോ 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു ഈ കോടപ്പുറത്ത് കയറിയിട്ട്. മറ്റേ സുവർണ്ണലാല സുവർണ്ണലാല അതായിരുന്നു നമ്മുടെ അവസ്ഥ കേട്ടോ. കുതിരയല്ലല്ലോ, കോവർ കഴുതിയാണെന്ന് തോന്നുന്നു ഈ സാധനം. നമ്മൾ നടന്നാൽ പോലും ഇതിലും വേഗം എത്തും കേട്ടോ. ഇത് പാവം നമ്മളെയും വലിച്ചഴിച്ച്, പാവം അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെയും വലിച്ചഴിച്ച് ഇത് നടക്കണ്ടേ പാവം. നല്ല കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ട് കേട്ടോ. നടന്ന് പിന്നെ സ്പീഡിന് വേണമെങ്കിൽ അവർ വിടും, പിന്നെ സ്പീഡിന് പോവാനുള്ള പേടിയുള്ളത് കൊണ്ട് സ്പീഡിന് വേണ്ട, സ്ലോയിൽ മതി എന്ന് പറഞ്ഞിട്ട് പാവം അത് വലിച്ചഴിച്ച് 1.5 മണിക്കൂർ നടന്നു കേട്ടോ. പക്ഷെ എന്താണെന്ന് അറിയില്ല, അതിൻ്റെ പുറത്ത് കയറി നടന്നപ്പോഴേക്കൊക്കെ ഒരു സുഖം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ബാക്കൊക്കെ പോവും കേട്ടോ. അതിൻ്റെ മുകളിൽ കയറി നിന്ന് ഇത്രയും ദൂരം ആകുമ്പോൾ കാലും കൈയും ദേഹവും ഒക്കെ കടപിടി ചെയ്ത് ഓടിച്ച് നടന്ന് പോകുമ്പോൾ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാവും. വേദ അവിടെ ചെന്നിട്ട്, അമ്മ എൻ്റെ ബാക്കൊക്കെ മരവിച്ചെന്ന് തോന്നണം അമ്മ, എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കണം അമ്മ, എനിക്കും നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതിൽ പോകണം അത്ര വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ രസമുണ്ടായിരുന്നു. കാരണം ഇതെല്ലാം എൻജോയ് ചെയ്ത് പതിയെ കുതിരപ്പുറത്ത് പോകാനായിട്ട് ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും ഏട്ടനോട് പറഞ്ഞു, നമുക്കെങ്കിൽ അവിടെ ചെന്ന് കുതിരയുടെ പുറത്തിറങ്ങിയിട്ട് തിരിച്ച് മറ്റേ മോട്ടോർ ബൈക്കിൽ വരാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പോവാട്ടോ. കാരണം ഇതിൻ്റെ പുറത്ത് പോയാൽ സമയത്ത് എത്തത്തില്ല. ഇത് പിന്നെ പേടിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ഭയങ്കര കംഫർട്ടബിളാണ്, അത് പതിയെ പോകത്തുള്ളൂ. നമുക്ക് പിന്നെ സ്പീഡ് വേണമെന്ന് പറഞ്ഞാൽ ഒരു സ്പീഡിന് വിട്ട് തരും. സ്പീഡ് പേടിയായതുകൊണ്ട് പതിയെയാണ് പോയത്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു കുതിരപ്പുറത്ത് കയറി ഇങ്ങനെ പോകുന്നത്. എനിക്ക് ഭയങ്കര പേടിക്കാൻ ഒന്നുമില്ല. ഈ വേദ എന്തിനാണ് അത്രയും പേടിച്ചെന്നറിയില്ല. എനിക്ക് തോന്നുന്നു അന്ന് കുറച്ച് സ്പീഡിലാണ് ഊട്ടിയിൽ അച്ഛനും മോളും കൂടെ ഒരെണ്ണത്തിൽ കയറി. വേദ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞാനും കരുതി എനിക്ക് വേദയെക്കാട്ടി പേടിയാണെങ്കിൽ എനിക്ക്, അതുകൊണ്ടാണ് ഞാനും വേണ്ടെന്ന് വെച്ചത്. പിന്നെ എന്തോ എനിക്ക് തോന്നി ഒന്ന് അതിൻ്റെ പുറത്തൊന്ന് കയറി നോക്കണമല്ലോ എന്ന്. പക്ഷെ അത് നല്ലതായിട്ട് പതിയെ കൊണ്ടുപോയി. അത് പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ നോക്കിയപ്പോൾ നല്ല പ്രായമുള്ള സ്ത്രീകളും കുഞ്ഞു കുട്ടികളൊക്കെ അതിലൊക്കെ ഇരുന്ന് പോകണം. അപ്പം ഞാൻ കരുതി അത്രയും പ്രായമുള്ളവരൊക്കെ പോകണമെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് അതിൻ്റെ മുകളിൽ കയറിയത്. പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. കൊണ്ടുപോയ പയ്യന്മാരും ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. ഇത് അവർ നല്ല റേറ്റൊക്കെ പറഞ്ഞാണ് ചെയ്യുന്നത്. ആസിഫ് നമുക്ക് റേറ്റ് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു കേട്ടോ. ഇതിന് 3 കൂടെ 3000 രൂപയ്ക്ക് എന്താണ് നമ്മളെ കയറ്റിയത്. ഒരാൾക്ക് 3000, അങ്ങനെ 3 പേർക്കും കൂടി 3000 രൂപ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിനെയും കൊണ്ട് അവിടെ ചെന്നിട്ട് തിരിച്ച് മോട്ടോർ സ്കൂട്ടറിൽ വരാമെന്നും പറഞ്ഞാണ് ഇരുന്നത്. പക്ഷേ ഈ 3000 രൂപ അവിടെ നിന്ന് അവർ അങ്ങോട്ട് വന്നാലും ശരി ഇങ്ങോട്ട് വന്നാലും നമ്മൾ കൊടുക്കണം. മോട്ടോർ ബൈക്കിന് കുറച്ചുകൂടി റേറ്റ് കൂടുതലാട്ടോ, അവർക്കും കൊടുക്കണം എക്സ്ട്രാ എമൗണ്ട്. അപ്പോൾ പിന്നെ കരുതി തിരിച്ചും കോടയിൽ തന്നെ വരാമെന്ന് കരുതി. കുറച്ച് ബാക്ക് വേദനിച്ചാലും കുഴപ്പമില്ല, കോടയിൽ തന്നെ വരാമെന്ന് കരുതി കേട്ടോ. ഫുൾ ടൈം ഇങ്ങനെ CRPF പോവും, എല്ലായിടത്തും സെക്യൂരിറ്റിയാണ്, മിലിറ്ററി ഓഫീസേഴ്സ് കാണും. പിന്നെ അങ്ങനെയുള്ള ഒരു ഏരിയ ആണിത്. എവിടെയും എല്ലായിടത്തും സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഇല്ല എങ്കിൽ ഉണ്ടായിട്ടിങ്ങനെ, അപ്പോൾ ഇല്ല എങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും 24 hours പെട്രോളിങ്ങും ഓഫീസേഴ്സും ഒക്കെ ആയിട്ടൊരു ഇതാട്ടോ. മോട്ടോഴ്സ് ബൈക്ക് എന്ന് പറഞ്ഞാൽ ആ സാധനമാണ്.
അവന്മാരൊരു പോക്ക് പോകണ നമ്മളും കുതിരയും കൂടെ പറന്ന് പോകുമെന്ന് തോന്നുന്നു. അത്രയ്ക്ക് സ്പീഡിലാണ് അവന്മാർ പോകുന്നത്. പക്ഷെ എന്ത് പറയാനും ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഗുൽമാർഗ് അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവിടെ നമുക്ക് അധികം നേരം സ്പെൻഡ് ചെയ്യാനും പറ്റത്തില്ല കേട്ടോ. ക്ലൈമറ്റിൻ്റെതും ബ്രീതിങ് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ദൂത് പത്തിരിയും ഒന്നും കാണാൻ പറ്റാതെ ആവുമല്ലോ എന്ന് പറഞ്ഞ് വിഷമത്തിലിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എന്തോ ഒരു മാജിക് സംഭവിച്ചു. എനിക്കും മാഡനും ഒക്കെ ഓക്കെ ആയി. നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റി, ആ സ്ഥലം ഒന്ന് കാണാൻ പറ്റി. ദൂത് പത്തിരി എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഈ ഹോഴ്സ് റൈഡിങ്ങും മോട്ടോർ ക്യാബ് റൈഡിങ്ങും മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഒരു നല്ലൊരു വ്യൂ പോയിന്റിൽ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ മെയിനായിട്ട് എനിക്ക് തോന്നിയത് പൈസ പിരിവ് തന്നെയാണ്. കാരണം ഇത്രയും ദൂരം ഒന്നുകിൽ നടന്നു പോകാൻ എല്ലാവരും ബുദ്ധിമുട്ട് കാണിക്കും, അല്ല എങ്കിൽ കുതിരപ്പുറത്തോ മറ്റേ മോട്ടോർ ബൈക്കിലോ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അവരതിൻ്റെ ഒരു ബിസിനസ്സായിട്ട് കണക്കാക്കിയാണ് നമ്മളെ ഈ ദൂത് പത്രിയിൽ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വലിയ രീതിയിൽ ഇവിടെ കാണാനായിട്ടൊന്നും അങ്ങനെയില്ല. പക്ഷെ അതുപോലെയല്ല ഗുൽമാർഗിലെ ഗൊണ്ടോള, അതൊരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഇതും കുതിരപ്പുറത്തൊക്കെ കയറി കുറേ സമയം സത്യം മടുക്കും കേട്ടോ. കുറച്ച് ഇതുള്ളവർ സത്യമായിട്ടും ഈ കുതിരപ്പുറത്ത് കയറരുത്. പിന്നെ അത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടവരുണ്ടെങ്കിൽ ഒരു സൈഡിൽ പോവുക, തിരിച്ച് മോട്ടോർ ബൈക്കിൽ വരിക, അതൊക്കെ പറഞ്ഞ് ഡീൽ ചെയ്തിട്ട് പോവുക. അല്ലെങ്കിലും മോട്ടോർ ബൈക്ക് തന്നെ കുറച്ച് പൈസ കൂടുതലായാലും അതിൽ പോകുന്നത് തന്നെ കേട്ടോ എളുപ്പം. എളുപ്പമല്ല, പെട്ടെന്ന് എത്തുകയും ചെയ്യും, വേറെ ബുദ്ധിമുട്ടുമില്ല. ഇത് ആടി 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 കിടക്കേ എന്ന് പറഞ്ഞ് ഇങ്ങോട്ടിട്ടടിച്ച് ആസിഫിൻ്റെ കാറ് കയറിയിരുന്നേ ഇങ്ങോട്ടടി നമ്മുടെ നടു പൊട്ടിയിരിക്കുകയാണ്. കോടപ്പുറത്തൂടെ കയറിയപ്പോൾ സമാധാനമായി കേട്ടോ. ഇനി തിരിച്ചും ഇതിൻ്റെ പുറത്ത് കയറി പോകണമല്ലോ. 1.5 മണിക്കൂർ എടുത്ത് ഒരു 3 കിലോമീറ്റർ എത്താനായിട്ട്. പാവ പയ്യൻ എന്നെ എടുത്തിറക്കുന്നത് നോക്കി, അല്ലാതെ ഇറങ്ങാൻ പറ്റണ്ടേ, കാലൊന്നും പൊങ്ങുന്നില്ല. മാത്രമല്ല നമ്മൾ ഇതിൻ്റെ ഒന്നും എക്സ്പേർട്ട് അല്ലല്ലോ. അപ്പോൾ അവർ പറയുന്ന രീതിയിൽ നമ്മളെ പറയുന്ന പോലെ നമ്മൾ ഇറങ്ങിയാലല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ അടിപൊളിയായിട്ട് നമ്മളെ എടുത്തിറക്കും കേട്ടോ. എന്നിട്ട് പറഞ്ഞു പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് വരൂ, നമ്മളിവിടെ നമ്മളെ പിറകെ അവന്മാരും വന്നു കേട്ടോ. കൂടെയെ അങ്ങോട്ട് മേയാനായിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് അതിലേക്ക് വിട്ടിട്ട് അവർ നമ്മളെ കൂടെ വന്നു. ഇവിടെ ഏതാണ്ട് സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് വന്നത്. ഇവിടെ റിവറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ റിവർ അവിടെ നിന്ന് മുകളിൽ നിന്ന് ഒലിച്ച് വരുന്ന റിവറേ ഉള്ളൂ, അല്ലാതെ ഇവിടെ ലേക്കും ഇല്ല റിവറും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ ഇതൊരു ഒരു ആൾക്കാരുമായിട്ടൊക്കെ ഒത്തുകൂടുന്നവരും അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമാണ് കേട്ടോ. ഇവിടെ കുറേ ഫുഡിൻ്റെ പരിപാടികളും ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈവായിട്ട് സ്ട്രീറ്റല്ല, ആ ഒരു വ്യൂ പോയിന്റിൽ അവർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വേറൊരു ഭംഗിയെന്നേ പറയുന്നില്ല. അവിടെ അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാനായിട്ടില്ല. പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അത്രയേ ഉള്ളൂ, അല്ലാതെ അതിൽ കൂടുതൽ ഒന്നും പറയാനായിട്ട് ഇങ്ങനെ ദൂത് പത്തിരി ഒന്നും അങ്ങനെ ഞാൻ മസ്റ്റ് വിസിറ്റായിട്ട് പറയത്തില്ല കേട്ടോ. ഇവിടുത്തെ സെറ്റപ്പ് ഇത് എങ്ങനെയാണ്, ഇതിവിടെ മുഴുവൻ കച്ചവടക്കാരാണ്. ബാർബിക്യൂ ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ചോളം ഉണ്ട്, ചുരിദാർ മെറ്റീരിയൽ വിൽക്കുന്നതുണ്ട്, പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരുണ്ട്, പിന്നെ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചുകൊണ്ട് നിൽക്കുന്നതുണ്ട്, ടിക്കാസ്, ബാർബിക്യൂസ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ഇവിടെ വച്ചുകൊണ്ടിരുന്ന് ഫോട്ടോസ് എടുക്കുന്നവരുണ്ട്. അതായത് ഒരു കുഞ്ഞു മാർക്കറ്റ് പോലെ. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടമുള്ളവർക്ക് അത് കൊള്ളാം കേട്ടോ. അല്ലാതെ ഇവിടെ പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം എന്നല്ലാതെ ഇവിടെ വേറെ അധികം ഒന്നുമില്ല. പക്ഷേ കൊള്ളാം അത്ര തന്നെ. നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് ഇവിടെയൊക്കെ വന്നില്ല എങ്കിലും മോശമല്ലേ, അതുകൊണ്ട് ഓക്കെ, മസ്റ്റ് വിസിറ്റായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ കൊള്ളാം. പിന്നെ സമ്മർ സീസണൊക്കെ ആയതുകൊണ്ടാണോ എന്നറിയില്ല, വിൻ്റർ ഓട്ടം സീസണൊക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ നിറയെ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു ഭംഗിയായിരിക്കും കേട്ടോ. ഇപ്പോൾ വലിയ ഭംഗിയായിട്ടില്ല, കുറച്ച് വ്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ വന്ന പാടെ വേദയ്ക്ക് കോണ് വേണമെന്ന് പറഞ്ഞൊരു കോണ് വാങ്ങി. എനിക്കും ഏട്ടനൊക്കെ ആണെങ്കിൽ വിശന്ന് കറങ്ങിയിട്ട് വയ്യട്ടെ, എന്തെങ്കിലും പണ്ടാരം കിട്ടിയാൽ മതി എന്നുള്ളൊരവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഒരു കുന്തോ ഇല്ല, ബാർബിക്യൂ ഒക്കെ കണ്ടിട്ട് വേണമെന്ന് പോലും ഇല്ല കേട്ടോ. കോണും കഴിക്കാനായിട്ട് തോന്നില്ല. അപ്പോൾ ഏട്ടൻ ചോദിച്ച് വാട്ടർ മെല്ലനൊക്കെ ഇരിക്കണ വേണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ തുറന്നൊക്കെ ഇരിക്കണ കണ്ടപ്പോൾ അതിൽ നീച്ചയും ഒക്കെ വന്നിരുന്നിട്ട് തന്നെ അടുത്ത് പണി കിട്ടണ്ടെന്ന് എഴുതി വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടൻ അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നല്ല വിശപ്പുണ്ടെന്നുള്ളത്. ഞാൻ പറഞ്ഞെങ്കിൽ ഒരു പ്ലേറ്റ് വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു ഒരു ഫ്രൂട്ടായിട്ട് വേണോ മിക്സഡ് വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മിക്സഡായിട്ട് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ 50 രൂപയ്ക്ക് അയാൾ മിക്സഡായിട്ട് എടുക്കുകയാണ്. അതിൻ്റെ ഇപ്പുറത്ത് മുട്ട പുഴുങ്ങിയതൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മുട്ട പുഴുങ്ങിയതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിച്ച് വീണ്ടും പണി കിട്ടാനായിട്ട് വയ്യ. എന്നിട്ട് ആ കട്ട് ഫ്രൂട്ട്സ് വാങ്ങി കഴിച്ചു. എൻ്റെ അമ്മ എന്തൊരു ടേസ്റ്റായിരുന്നു. വിശന്നിരുന്നിട്ടാണോ എന്താണെന്നറിയില്ല. പിന്നെ ഒരു കട്ട് ഫ്രൂട്ട് കൂടെ വാങ്ങി കഴിച്ചു കേട്ടോ. വാട്ടർ മെലനൊക്കെ എന്തൊരു സ്വീറ്റാണെന്നറിയോ. സത്യമായിട്ട് നമ്മുടെ നാട്ടിലെ ഷമാമ് ഒരു മധുരം ഉണ്ടാവില്ലേ,
ഈ ഷമാം എന്തൊരു മധുരമായിരുന്നു. പപ്പായയും ഗ്രേപ്സും പൈനാപ്പിളും അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, ബാക്കി എല്ലാം അടിപൊളി മധുരമായിരുന്നു കേട്ടോ. ഷമാമൊക്കെ പപ്പായ കാട്ടി ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരെണ്ണം വാങ്ങി കഴിച്ചിട്ട് എങ്ങും ആയില്ല. വിശപ്പ് കുറച്ചുകൂടെ കൂടി കേട്ടോ. പിന്നെ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഒരെണ്ണം കൂടി വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഏട്ടനും കൂടി 2 കട്ട് ഫ്രൂട്ട്സിൻ്റെ പ്ലേറ്റ്, മിക്സഡ് പ്ലേറ്റ് വാങ്ങിയിട്ട് ഞങ്ങൾ മൊത്തം 4 വാങ്ങി ഞങ്ങൾ കഴിച്ചായിരുന്നേ. അത് കണ്ടപ്പോൾ വേദയ്ക്കും കൊതിയായി. പിന്നെ വേദയും കൂടി വാങ്ങി കഴിച്ചു. സത്യം പറയാലോ, അത് വാങ്ങി 2 കഴിച്ചപ്പോൾ വയറ് നിറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി വിശന്നിരുന്നിട്ടാണോ എന്താണെന്ന് അറിയില്ല. അയ്യോ, വാട്ടർമെലനൊക്കെ എന്തൊരു മധുരമായിരുന്നു. പക്ഷെ മുന്തിരി പുളിപ്പായിരുന്നു. പൈനാപ്പിൾ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പപ്പായയും വലിയ മധുരം ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊന്ന് സൺഫ്രൂട്ട് എന്നെന്തോ പറഞ്ഞൊരു സാധനം, അതിലൊരു യെല്ലോ കളറിലിരുന്നൊരു സാധനം, അതിൻ്റെ സ്കിന്നൊക്കെ യെല്ലോ കളർ, ഈ ഒരു സാധനം കേട്ടോ, അതും അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഷമാമും വാട്ടർമെലണും അസാധ്യ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വാട്ടർമെലണാണ് അവർ കൂടുതൽ 50 രൂപയുടെ ഒരു മിക്സഡ് ഫ്രൂട്ട് പ്ലേറ്റാണ്. അതിൽ വാട്ടർമെലൺ കൂടുതൽ വയ്ക്കുന്നത്. പക്ഷേ എങ്കിലും വാട്ടർമെലൺ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ജ്യൂസ് അടിച്ച് കുടിക്കാനാണ് ഇഷ്ടം, അല്ലാതെ കഴിക്കാൻ എനിക്കങ്ങനെ ഇഷ്ടമുള്ളതല്ല. പക്ഷെ ഞാൻ കഴിച്ചു. എനിക്ക് വയറ് നിറച്ച് ഞാനും ഏട്ടനും കഴിച്ചു. വിശപ്പ് അപ്പാടെ പോയിട്ടോ. പഴവും അത്രയും ഫ്രൂട്ട്സും കൂടി ആയപ്പോൾ നമ്മൾ ഫുൾ സെറ്റായി. ഇവിടെ ബാർബിക്യൂ, ചിക്കൻ ബാർബിക്യൂ, മട്ടൻ ബാർബിക്യൂ, പിന്നെ പനീർ ടിക്ക, അത് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും വേണമെന്നില്ല, ഒന്നുമില്ല. ആ ഫ്രൂട്ട്സ് തന്നെ ശരണം. വേദയ്ക്ക് ഞാൻ പറഞ്ഞില്ലോ പൈനാപ്പിളൊക്കെ കഴിക്കണുണ്ടപ്പോൾ വേദയ്ക്ക് പൈനാപ്പിൾ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ദൂത് പത്തിരി എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ കുറേ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഉള്ളത്. ആൾക്കാരുടെ പൈസ പറ്റിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് ദൂത് പത്തിരി. പിന്നെ നമ്മളൊരു ടൂറിസ്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് പൈസയും കരുതി തന്നെ വരിക. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണത്തുള്ളൂ. പക്ഷേ ഗോൾമാർക്ക് അങ്ങനെയല്ല. അടിപൊളി സ്ഥലമാണ്, മസ്റ്റ് വിസിറ്റാണ്. പിന്നെ അധികം സമയം അവിടെയും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഇത്രയും വയ്യാതായതുകൊണ്ടാണ് എനിക്ക് ലൈവ് വോയിസ് ഇടാൻ പറ്റാതെ ആയത്. എന്നിട്ടും ഞാൻ അതിൻ്റെ അടുത്ത സ്ഥലത്ത് ചെന്ന് ലൈവ് വോയിസൊക്കെ ഇട്ടു. പിന്നെ ഞാൻ കരുതി വളരെ കുറച്ച് മാത്രമേ ലൈവ് വോയിസ് വന്നിട്ടുള്ളൂ. അത് പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഞാൻ ഫുൾ അങ്ങ് മ്യൂട്ട് ചെയ്തിട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ സമയം രാത്രി 11 മണിയാണ്. ഞാനിത് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ യാത്ര പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതുപോലെ ഉണ്ടാവും. പല സ്ഥലങ്ങളിൽ നെറ്റ്വർക്ക് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അപ്ലോഡിങ് മറ്റു കാര്യങ്ങളൊക്കെ തടസ്സം ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് എത്തുന്നത് ഒരു സമയമായിരിക്കും. അപ്പോഴൊക്കെ എല്ലാത്തിലും ഓരോ തടസ്സങ്ങളുണ്ടാവും. എന്നിട്ട് ആ തടസ്സങ്ങളെല്ലാം മാറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കുന്നത്. ഇപ്പോൾ ഭയങ്കര ത്രില്ലിങ്ങോട് കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് എത്ര പേരാണെന്നറിയോ മെസ്സേജ് ഇടുന്നത്. നമ്മൾ പോകാൻ പറ്റിയിട്ടില്ല, ശ്രീകുട്ടിയുടെ വീഡിയോ വഴി കാണുമ്പോൾ ഒരുപാട് സന്തോഷം, നമ്മളവിടെ എത്തിയതുപോലെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ, എത്രയോ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കാശ്മീരിൽ പോയതൊക്കെ ആരെല്ലാം ഇട്ടിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റായിരിക്കും ഞാൻ ഇടുന്നത്. എന്നിട്ടും എൻ്റെ വീഡിയോ വഴി കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും കമൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇതിൽ പരം സന്തോഷമില്ല. അത് ചിലപ്പോൾ 1, 2, 3 പേരായിരിക്കാം. എനിക്കത് ഭയങ്കര ഒരു അവാർഡ് കിട്ടുന്ന ഒരു ഫീലാണ്. എനിക്ക് അത്രയും അങ്ങനെയുള്ള മെസ്സേജസൊക്കെ വരുമ്പോൾ കേട്ടോ. അതുകൊണ്ട് എത്ര വയ്യായെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, നെറ്റ്വർക്ക് ഇഷ്യൂ ഇല്ല എങ്കിൽ ഡെയിലി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ലഡാക്കിലൊക്കെ പോകുമ്പോൾ പിന്നെ ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നെറ്റ്വർക്ക് കിട്ടുമോ, വൈഫൈ ഉണ്ടോ, ഒന്നും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് വൈഫൈ നെറ്റ്വർക്ക് ഇഷ്യൂ ഇല്ല എങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോസ് കറക്റ്റ് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യാത്ത എനിക്കിനി എത്ര വയ്യായെങ്കിലും കേട്ടോ. ഇത് ഞാൻ പറയണ്ടേ, സത്യം പറഞ്ഞാൽ 11 മണിയായി. ഇന്നലെ ഒട്ടും വയ്യായിരുന്നു. എന്നിട്ടും ഇന്നലെയും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാണ് കിടന്നത്. ഇപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ആർക്കും ഒന്നുമില്ല. ഞാൻ നാട്ടിൽ വന്നിട്ട് പതിയൊക്കെ അപ്ലോഡ് ചെയ്താൽ മതി, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇപ്പം ഡെയിലി നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഇടണമെന്ന് ഒരു നിർബന്ധമില്ല അല്ലേ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, എനിക്ക് ഡെയിലി വീഡിയോസ് ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ചിലർ കമൻറ്റ് ചെയ്യും വേറെ ഒന്നും കൊണ്ടല്ല പൈസ കിട്ടുന്നുണ്ടാകുന്ന. പൈസ കിട്ടുന്നുണ്ടെങ്കിലും നമ്മളതിന് എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് ആ മനസ്സിന് കൊടുക്കണം ഒരു സല്യൂട്ടല്ലേ. കാരണം ഞാൻ അത്രയും ടയേർഡായിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഇന്നലെയും അതെ വയ്യാതിരുന്നിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ളൊരു സ്ഥലം വരെ പോയാലും പെട്ടെന്ന് ടയേർഡാവും. നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇത്രയും സ്ഥലങ്ങളെല്ലാം പോയിട്ട് നമ്മൾ വയ്യാതെ ഇത് ചെയ്യുന്നത് ഒരു വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നും കൊണ്ടില്ല, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് കാണുമ്പോൾ നമുക്കത് കണ്ടില്ല എന്ന് വയ്ക്കാൻ തോന്നില്ല. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പലരും പല നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടാലും എനിക്ക് ചുക്കാണ്. എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്നുള്ള ധൈര്യമായിട്ടുള്ള വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് എനിക്കതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല കേട്ടോ. തിരിച്ചെന്താ കോടപ്പുറത്ത് വരികയാണ്. ആ 2 കട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയം ഞങ്ങളവിടെ എടുത്തുള്ളൂ. എന്നിട്ട് തിരിച്ചു പോവുകയാണ്. വയ്യായിക്കൊക്കെ പോയി സന്തോഷത്തോടെ പോവുകയാണ്. ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് ഓടിക്കാൻ പറഞ്ഞു. പഴശ്ശിരാജയിലും മമ്മൂട്ടി വരുമ്പോൾ എന്നെ ഒന്ന് ഓടിക്കാൻ പറഞ്ഞു. അങ്ങനെ പഴശ്ശിരാജയിലും മമ്മൂട്ടി വരുമ്പോൾ ഓടിച്ചില്ല എങ്കിൽ ചെറിയൊരു സ്പീഡിൽ ഞാൻ
കുതിരപ്പുറത്ത് ഓടി കേട്ടോ. എനിക്കപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആ പറയുന്ന പേടിയൊന്നുമില്ല. ഇപ്പോൾ ഏതാണെങ്കിൽ എന്നെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പേടിപ്പിച്ചു. ആ കുതിരപ്പുറത്ത് ഓടിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് ബോഡിയെല്ലാം കുലുങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഓടിക്കണ്ടെന്ന്, ഇനി അടുത്ത് ശരീരമെല്ലാം കൂടി അനങ്ങിയിട്ട് അടുത്ത് പണി കിട്ടണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞു മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇഴഞ്ഞ് നിരങ്ങി 2-3 മണിക്കൂറിന് ശേഷം നമ്മൾ കാർ പാർക്കിംഗ് സ്ഥലത്തെത്തി. എന്നിട്ട് തൊട്ടടുത്ത് അവിടെ തന്നെ ദൂത് പത്തിരിയിലുള്ള ടീ മാർക്കറ്റിൽ നമ്മൾ വന്നു കേട്ടോ. ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ദൂത് പത്തിരിക്ക് എൻട്രൻസിന് തൊട്ടടുത്താണിത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നാൽ ദൂത് പത്തിരി പോവേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇത് മസ്റ്റ് വിസിറ്റ് ആണ്. ഇവിടെ കാശ്മീരികളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് നൂങ് ടീ ആണ് കേട്ടോ. നൂങ് എന്ന് പറഞ്ഞാൽ സോൾട്ട് എന്നാണ് അർത്ഥം. സോൾട്ട് ടീ, ഉപ്പിട്ട ചായ അവർക്ക് ഭയങ്കര പ്രിയമാണ്. ആസിഫിൻ്റെ വീട്ടിൽ പോയാൽ 3 നേരവും അവർ കഴിക്കുന്നത്, നമ്മൾ സാധാ ചായ കുടിക്കും പോലെ അവർ കുടിക്കുന്നത് ഈ നൂങ് ടീ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആസിഫിൻ്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം ആസിഫ് കുടിക്കുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഇവിടെ സോൾട്ട് ടീ ഭയങ്കര ഫേമസ് ആയിട്ട്. അപ്പോൾ ഇങ്ങോട്ട് പോയപ്പോഴിങ്ങനെ ആസിഫ് പറഞ്ഞതാണ് ടീ മാർക്കറ്റ് എന്ന് പറഞ്ഞു. തിരിച്ച് വരുമ്പോൾ എത്ര വൈകിയെങ്കിലും കയറണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ഏട്ടനോട് പറഞ്ഞു എനിക്കൊരു നൂങ് ടീ വേണമെന്ന്. അതിനോടൊപ്പം ഇവിടെ കോമ്പിനേഷനായിട്ട് കഴിക്കുന്നത് മക്കായി എന്നോ എന്തോ പറഞ്ഞിട്ട് സാധനം, അതായത് നമ്മുടെ ചോളം ഇല്ലേ, ചോളത്തിൻ്റെ മാവ് കൊണ്ടുണ്ടാക്കുന്ന റൊട്ടി. അപ്പോൾ കഴിക്കാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ ആസിഫ് പറഞ്ഞു ധൈര്യമായിട്ട് കഴിക്കും, ഒരു പ്രശ്നവും വരില്ല, അവർ ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു റൊട്ടി ടേസ്റ്റ് ചെയ്യാനായിട്ട് തരാൻ പറഞ്ഞു. ഒരു ചോളത്തിലുണ്ടാക്കിയ റൊട്ടിയും ചായയും പറഞ്ഞു. ഞാനൊരു നൂങ് ടീ പറഞ്ഞു, വേദയ്ക്കൊരു നോർമൽ ടീ പറഞ്ഞു, ഏട്ടനൊരു ലൈം ടീ പറഞ്ഞു, ആസിഫും നൂങ് ടീ. അവർ കാശ്മീരികൾ മെയിനായിട്ട് കുടിക്കുന്ന ഒരു സാധനം നൂങ് ടീ ആണ്. അവർക്ക് മറ്റേ ചായക്കാട്ടി പ്രിയം അതാ കേട്ടോ. ബിപിക്കും ഇതിനൊക്കെ സ്റ്റൊമക്കിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്കിത് കഴിക്കാനോ കുടിക്കാനുള്ള കൊതി കൊണ്ടല്ല, അതെന്താണ് എന്നറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ വേണമെന്ന് പറഞ്ഞതാണ്. അവിടെയാണെങ്കിൽ ടീ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ഇതുപോലെ പലതരത്തിലുള്ള ചായ കിട്ടുന്ന ഒരു മാർക്കറ്റാണ്. എല്ലാ കടകളിലും കുഞ്ഞു കടകളുണ്ട്. എല്ലാ കടയിലും ചായയും ഈ റൊട്ടിയുമാണ് ഫേമസ്. അതിലൊരു കടയിലാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു സാലഡുണ്ട്. ക്യാരറ്റും പച്ചമുളകും മുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചൊരു സാലഡും, അതിനോടൊപ്പം ഒരു മിക്സഡ് ഫ്രൂട്ട് പിക്കിളും, പിന്നെ അവരുടെ പാലക് ചീര കൊണ്ടൊരു കറിയും കേട്ടോ. ഇന്നലെ ആസിഫിൻ്റെ വീട്ടിലും ആ പാലക് ചീര കൊണ്ടൊരു കറി ഉണ്ടായിരുന്നു. അസാധ്യ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് വീട്ടിലൊക്കെ നമ്മൾ വയ്ക്കുന്ന ചീരക്കറിയുടെ ആ ഒരു സെയിം ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട കറിയായിരുന്നു. സെയിം സാധനം ഇന്ന് ആ റൊട്ടിയോടൊപ്പം അവരും തന്നായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും നൂങ് ചായയ്ക്കും ആ റൊട്ടിക്കും മക്കായി എന്ന് കണ്ട കേട്ടോ റൊട്ടിയുടെ പേര്. ഞാൻ ഓർക്കുന്നില്ല, എന്തോ പറഞ്ഞായിരുന്നു ആസിഫ്, ഞാൻ അതിൻ്റെ പേര് മറന്നു. നിങ്ങൾ ഈ ടീ മാർക്കറ്റിൽ വരുന്നെങ്കിൽ അവിടെ കിട്ടുന്ന റൊട്ടി ആ സാധനം തന്നെയാണ്, വേറെ ഒന്നും കിട്ടില്ല. അങ്ങനെ പുള്ളി കൊണ്ടുവന്ന് 2 പ്ലേറ്റ് വെച്ചു. 1 ആസിഫിനും 1 നമുക്കും കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കറിയും സാലഡ് പിക്കിള് എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്തായാലും വയറ് വയ്യായെങ്കിലും കഴിക്കാൻ കരുതി. വയറ് വയ്യാത്തതുകൊണ്ടല്ല കേട്ടോ, വയറ് ഓക്കെ ആയതുകൊണ്ടാണ് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതിയത്. എനിക്ക് സാലഡും പിക്കിളും ആ പാലക് ചീരയും ഒന്നും വേണമെന്നില്ല, പക്ഷേ റൊട്ടി അടിപൊളി സാധനം കേട്ടോ. നമ്മൾ പോപ്കോണൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന് വീട്ടിൽ ചെന്നിട്ട് ഇതിൻ്റെ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇതിനോട് വേറെ എന്തെങ്കിലും കറി വെച്ച് കഴിക്കാമെന്ന് വെച്ചപ്പോൾ നമ്മുടെ ആസിഫ് പറയായിരുന്നു നൂങ് ചായയിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ റൊട്ടിയിൽ ഉപ്പ് ഒട്ടും തന്നെ ഇല്ല കേട്ടോ. അപ്പം നൂങ് ചായയിൽ മുക്കി കഴിക്കുന്നത് കൊണ്ടാണ് റൊട്ടിയിൽ ഉപ്പില്ലാത്തതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഓരോ നൂങ് ചായയും ഇതുമെല്ലാം റൊട്ടിയും ഒക്കെ പറഞ്ഞു. ഒരു റൊട്ടി പറഞ്ഞെടുത്ത് 2 റൊട്ടിയാക്കി. ആസിഫ് ഒരു റൊട്ടി കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഒരു റൊട്ടി ഷെയർ ചെയ്തു. എന്നിട്ട് വീണ്ടും ഒരു റൊട്ടി കൂടെ 2 റൊട്ടി കൂടെ കൊണ്ടുവന്നു. അതിലൊരു റൊട്ടി ആസിഫ് പറഞ്ഞു നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആർക്കും വേണ്ട. പിന്നെ ആസിഫിന് വിഷമമുണ്ടെന്ന് കരുതി ആ റൊട്ടിയുടെ പകുതി ഞാൻ കഴിച്ചു കേട്ടോ. ഇത് നമ്മുടെ ചോളമാവില്ലേ, ചോളമാവിലാണ് അവരുണ്ടാക്കി ലൈവായിട്ട് ചൂടോടെ ഉണ്ടാക്കി ഇതുപോലെ ആൾക്കാർ വന്ന് വാങ്ങും, കഴിക്കും, കുടിക്കും, അങ്ങനെയാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ലൈം ടീ എന്തോ ആണ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ നൂങ് ചായ കൊണ്ട് തന്നു. കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ. നൂങ് ചായ പിങ്ക് ടീ എന്നും ഇവിടെ പറയും കേട്ടോ. നൂങ് ചായ, പിങ്ക് ടീ, സോൾട്ട് ടീ എന്നൊക്കെ പറയും. പിങ്ക് കളറിലാണ് ഈ ടീ ഇരിക്കുന്നത്. ഇന്നലെ ആസിഫിൻ്റെ വീട്ടിൽ ഇത് പിങ്ക് കളറിലാണ് ഇരുന്നത്. രണ്ടും കൽപ്പിച്ചതിൻ്റെ ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. നല്ല പാലിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, പാലിൻ്റെ ചെവയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഷുഗറിന് പകരം അതിൽ സോൾട്ടാണ് അവർ തന്നത്. സോൾട്ടി എന്നാണല്ലോ പേര്. ഒരു
എന്തോ ഒരു ടേസ്റ്റ് കേട്ടോ. ആദ്യമൊന്നും എനിക്കിഷ്ടമായില്ല. പിന്നെ കുടിച്ച് കുട്ടി ശങ്കറിനോട് ഇഷ്ടമായെന്ന് പറഞ്ഞതുപോലെ കുടിച്ച് വന്നപ്പോൾ എനിക്കിഷ്ടമായി. ഒരു കഞ്ഞി വെള്ളമൊക്കെ കുടിക്കുന്ന ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ പാലിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് മുന്നിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് കൊള്ളില്ലാതെയും ഇല്ല. നമ്മളത് ഫസ്റ്റ് ടൈം കഴിക്കുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. വേദയ്ക്കൊട്ടും ഇഷ്ടമായില്ല. ഏട്ടൻ ടേസ്റ്റ് ചെയ്ത് പോലും നോക്കിയില്ല കേട്ടോ. എനിക്ക് എൻ്റെ വയറ് വീണ്ടും ചീത്തയാക്കാൻ വയ്യാന്ന് പറഞ്ഞ ഏട്ടൻ രുചിച്ച് പോലും നോക്കിയില്ല. ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ചാണ് കഴിച്ചത്. കാരണം ഞാനിപ്പോൾ ഓക്കെയാണ്. എനിക്ക് ഓക്കെ അല്ലെങ്കിൽ അറിയാൻ പറ്റും. ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ കഴിച്ചത്. പക്ഷേ എനിക്ക് ആ ചായ ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ലേന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടില്ല. ആദ്യം കുടിക്കുമ്പോൾ ഒരു വല്ലായിക കേട്ടോ. കുടിച്ചിറങ്ങുമ്പോൾ നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ചായ ആദ്യം കുടിച്ചില്ല എങ്കിലും പിന്നെ കുറേ അങ്ങ് കുടിച്ച കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ചോയല്ല കേട്ടോ, ചായയും മക്കായിയോ എന്തൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടായിട്ട് ഞാൻ പറയുന്നു. ദൂത് പത്തിരി മസ്റ്റ് വിസിറ്റ് അല്ല എങ്കിലും ടീ മാർക്കറ്റ് മസ്റ്റ് വിസിറ്റ് ആണ്. പക്ഷേ അത് ദൂത് പത്തിരിക്ക് എൻട്രൻസിൻ്റെ തൊട്ട് മുന്നെയാണ് ടീ മാർക്കറ്റ്. അതുകൊണ്ട് ഇവിടെ വരുന്നവർ ഉറപ്പായിട്ടും ദൂത് പത്തിരിയിലും പോയേ പറ്റത്തുള്ളൂ. പോണി റൈഡ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. മറ്റേ ബൈക്ക് തന്നെയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ പോണി റൈഡിൽ ഒരു 1-2 മണിക്കൂറൊക്കെ ഇരുന്ന് ചാടി തുള്ളി പോകാൻ താല്പര്യമുള്ളവർക്ക് അതിൽ പോകാൻ ഓക്കെയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും കാശ്മീരിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് പോവുകയാണ്. സത്യം പറയാലോ, കാറിലിരുന്ന് ഇങ്ങനെ കാണുന്നതിൻ്റെ ഭംഗി ഒരിടത്ത് ഇറങ്ങി നിന്ന് നോക്കിയാൽ കിട്ടുന്നില്ല കേട്ടോ. നല്ല വ്യൂ ആയിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഭംഗിയുണ്ടല്ലോ. താഴെക്കൂടി ഇങ്ങനെ വെള്ളം എവിടെ നോക്കിയാലും ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ പറ്റും. പച്ചപ്പും ആപ്പിൾ ട്രീയുടെ തോട്ടവും ഒക്കെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ. ആപ്പിൾ ട്രീയിൽ ശരിക്കും പറഞ്ഞാൽ പൂക്കൾ മാത്രമേ ഉള്ളൂ, കായൊന്നുമില്ല. എങ്കിലും അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി കേട്ടോ. നിറയെ മരങ്ങളും അതിൻ്റെ ഉള്ളിൽ ഗ്രാസ് എല്ലാം പൊടിച്ച് നിന്ന് നല്ല പച്ചപ്പിൽ നിൽക്കുമ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെ കേട്ടോ. കാശ്മീരി വില്ലേജുകളിലൂടെ യാത്ര. ആസിഫ് പിന്നെ പക്കാ ഗ്രാമങ്ങളിലൂടെയാണ് കാർ ഓടിക്കുന്നത്, ഷോർട്ട് കട്ടാന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അവരിവിടുത്തെ ആളല്ലേ, അവർക്ക് ഇവിടുത്തെ A to Z റോഡുകളും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ നമുക്കും പേടിയില്ല കേട്ടോ, സേഫ് ആണെന്ന് നമുക്കും അറിയാം. പുള്ളി ധൈര്യമായിട്ട് നമ്മളെല്ലായിടത്തും കൊണ്ടുപോവാണ്. അപ്പോൾ ഇന്നലെ പുള്ളിയുടെ വീട്ടിൽ നമ്മൾ പോയില്ലല്ലോ. അപ്പോൾ പുള്ളിയുടെ വീട് കുറച്ച് ദൂരത്തേക്കാണ്. അപ്പോൾ വൈഫിനെയും കുട്ടികളെയും വരുന്ന വഴിക്ക് ഒന്ന് പരിചയപ്പെടാമെന്ന് പറഞ്ഞിട്ട് പോവാട്ടോ. പുള്ളിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി വേറെയാണ്. ഇതേതോ ഷോർട്ട് കട്ട് വഴി കയറി വന്നപ്പോഴേക്കും അവിടെ വൈഫും കുട്ടികളും വന്ന് നിൽക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ വന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയി. ആസിഫിൻ്റെ വൈഫിനെയും കുഞ്ഞിനെയൊക്കെ കാണാൻ, കുട്ടികൾ 2 പെൺകുട്ടികളാണുള്ളത് കേട്ടോ. അങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ്. ഇത് അതിനെക്കാട്ടി അടിപൊളി ഒരു ഗ്രാമം കേട്ടോ. ഇതിൻ്റെ റൂട്ട് വേറെ എവിടെയാണ്, പക്ഷേ നമ്മൾ ഷോർട്ട് കട്ട് കയറി പോവാണ്. അയ്യോ, അതും അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം. വീഡിയോയിൽ ആ ഭംഗി കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. ചെറിയ കൃഷികളും പിന്നെ ഇങ്ങനെ ഒഴുകി പോകുന്ന അരുവി പോലത്തെ ചെറിയ തടാകമോ എന്താ അതിനെ പറയേണ്ടത്, ആ സാധനവും ഒക്കെ ആയിട്ട് നല്ല തോട്ടവും ഈ പച്ചപ്പ് പിടിച്ച് കിടക്കുന്ന കാണാനാണ് ഏറ്റവും ഭംഗി കേട്ടോ. തറയിലിങ്ങനെ പുല്ലിങ്ങനെ പച്ചപ്പിൽ കിടക്കുന്ന ഒരു ഭംഗിയുണ്ടല്ലോ, അത് അധികം വളരത്തില്ല, പകുതിയിലങ്ങനെ നിൽക്കും. നമ്മുടെ നാട്ടിലെ പോലെ കാട് പിടിച്ച് കിടക്കത്തില്ല കേട്ടോ. അതൊരു പ്രത്യേക ഭംഗിയാണ് അത് കാണാനായിട്ട്. അതിനെ അവർ വെട്ടിവിടുന്നതാണോ എന്താണ് സംഭവം എന്നറിയത്തില്ല. അതൊരു പ്രത്യേക ഭംഗി കേട്ടോ. ഏട്ടൻ ഇതാണ് ആസിഫിൻ്റെ കുട്ടികളും വൈഫെന്നും പറഞ്ഞ് അങ്ങ് നേരെ പോവുക കേട്ടോ. അപ്പോഴാണ് ആസിഫ് പറഞ്ഞു അതല്ല, ഇപ്പുറ സൈഡിൽ നിൽക്കുന്നതാണ് എൻ്റെ വൈഫും കുട്ടികളും എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ ഇപ്പുറ സൈഡിൽ വന്നു. നമ്മളല്ല ഏട്ടൻ, ഞങ്ങളിങ്ങ് ഇപ്പുറത്ത് വന്നു. ഏട്ടൻ അത് കണ്ടില്ല. ഏട്ടൻ ക്യാമറ കൊണ്ട് ഫ്രണ്ടിലേക്ക് പോയപ്പോഴാണ് ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചത്. പിന്നെ ഇങ്ങോട്ട് വന്നു കേട്ടോ. അങ്ങനെ ആസിഫിൻ്റെ കുട്ടികളെ കണ്ടു, വൈഫിനെ കണ്ടു. പക്ഷേ കുട്ടികളുടെ പേരും വൈഫിൻ്റെ പേരും ഞാൻ മറന്നുപോയി. കുട്ടികളും നമ്മുടെ കൂടെ കാറിൽ വന്നു. ആസിഫിൻ്റെ ചേച്ചിയുടെ വീട്ടിലല്ലേ നമ്മൾ സ്റ്റേ. അവിടെ കുട്ടികളും കൊണ്ട് ആസിഫും നമ്മളും കുട്ടികളും പോയി. ആസിഫിൻ്റെ വൈഫ് അങ്ങ് തിരിച്ചു പോയിട്ടോ. ആസിഫിൻ്റെ വൈഫിന് ആ റൊട്ടിയെല്ലാം ആസിഫ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അമ്മയ്ക്കും 2 റൊട്ടി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് അമ്മയ്ക്കും വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നേ. അങ്ങനെ നമ്മൾ കുട്ടികളെയും കൊണ്ട് നമ്മൾ പോവുകയാണ്. അടിപൊളി ഒരു സ്ഥലം കാണാൻ പറ്റി. തിരിച്ച് വന്നപ്പോൾ നമ്മുടെ കാറ് നമ്മുടെ സ്റ്റിക്കർ ഒട്ടിച്ച് ഗമ്മൊക്കെ ആക്കി ഫുൾ ഇട്ടേക്കല്ലായിരുന്നോ, അത് ക്ലിയർ ചെയ്യായിരുന്നു. ആസിഫിൻ്റെ ബ്രദർ വർക്ക്ഷോപ്പിലെ മെക്കാനിക്കാണ്. പുള്ളി അതെല്ലാം ക്ലിയർ ചെയ്ത് തന്നു. അപ്പോഴേക്കും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അവർക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ പരിപാടി അധികം അറിയത്തില്ല കേട്ടോ. എന്തോ ഓൺ ചെയ്തിട്ടിരുന്ന് ഫുൾ ഓൺ ചെയ്ത് നമ്മുടെ കാറിൻ്റെ ബാറ്ററി എന്തോ ഡ്രെയിനായിട്ട് പിന്നെ അതിനെല്ലാം വർക്ക് ചെയ്യിപ്പിച്ച് നേരെ റൂമിൽ വന്നു. റൂമിൽ വന്നപ്പോഴേക്കും ഈവനിങ് എന്ത് കഴിക്കാൻ വേണമെന്ന് ചോദിച്ചു. നമ്മളുണ്ടോ ആൾ വെജ് പുലാവ് വേണമെന്ന് പറഞ്ഞു. വെജ് പുലാവ് തരട്ടെ എന്ന് അവരിങ്ങോട്ട് നിർബന്ധിച്ചുകൊണ്ടേ ഇരുന്നു കേട്ടോ. കാശ്മീരി സ്പെഷ്യലാണ് വെജ് പുലാവ്, അല്ലെങ്കിൽ ചിക്കൻ പുലാവ്. ചിക്കനൊന്നും വേണ്ട, വെജ് മതി എന്ന് പറഞ്ഞ് അങ്ങനെ വെജ് പുലാവ് ഉണ്ടാക്കിക്കൊണ്ട് തന്നു. പക്ഷെ അത് വെജ് പുലാവ് അല്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അത് മട്ടൻ പുലാവായിരുന്നു. അതിലൊരു കുഞ്ഞ് മട്ടൻ്റെ പീസ് കിടന്നു, എനിക്കത് കിട്ടി. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വെജ് പുലാവെന്നാണ്, പക്ഷെ അതിൽ മട്ടൻ പുലാവായിരുന്നു കേട്ടോ.
പിന്നെ കുഴപ്പമില്ല, കിട്ടിയതാവട്ടെ, അവരിനി നമുക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ എന്ന് എഴുതിയിട്ട് നിറയെ ബദാമും തേങ്ങയൊക്കെ വറുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിലൊരു നമ്മൾ വേണ്ടാന്ന് പറയണ്ടെന്ന് എഴുതി അവർ കഴിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. ഞാനും വേദയും കൂടി കഴിച്ചു. ഏട്ടൻ കഴിച്ചില്ല. ഏട്ടൻ കുറച്ച് ചോറിൽ കുറച്ച് ചൂടുള്ളതെല്ലാം ഒഴിച്ചിട്ട് കഞ്ഞിയായിട്ട് കുടിച്ചു. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്ത് സാധനമാണ്. ഞാൻ പറഞ്ഞു കേരള ഹെൽത്തി ഫുഡ് ഫോർ സിക്ക് പേഴ്സൺസ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അച്ഛാന്ന് പറഞ്ഞു. ഏട്ടൻ കഞ്ഞിയും കുടിച്ച് ഒരു പാരസെറ്റമോളും കഴിച്ച് കിടന്നു തുടങ്ങി. ഞാൻ ഒരു സേഫ്റ്റി സൈഡിനായിട്ട് വീണ്ടും ഒരു ഗ്യാസിൻ്റെ ടാബ്ലറ്റും ഏട്ടന് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്ത എല്ലാ ടാബ്ലറ്റും കൂടി കഴിച്ച് ഞാനും കിടന്നു തുടങ്ങി. പിറ്റേ ദിവസമായപ്പോൾ നമ്മൾ ഡബിൾ ഓക്കെ. അപ്പോൾ ബാക്കി വിശേഷം നാളെ.